നമസ്കാരം, വെൽക്കം ടു ഐപ്ലസ് ട്രെയിനിങ് സൊല്യൂഷൻസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഏരിയ ഫോർത്ത് മൊഡ്യൂളായ സ്ട്രാറ്റജിക് മാനേജ്മെന്റ് ആണ്. സ്ട്രാറ്റജിക് മാനേജ്മെന്റ് എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ഒരു ബിസിനസ് അഥവാ ഒരു ഓർഗനൈസേഷനും സക്സസ്ഫുൾ ആകുക എന്നുള്ളത് എന്താണ്? ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ്. നന്നായിട്ട് ബിസിനസ് നടത്തുക, അല്ലെങ്കിൽ നല്ല പ്രോഡക്ട്സ് സർവീസസ് കസ്റ്റമേഴ്സിന് കൊടുക്കുക, ഇങ്ങനെയൊക്കെ ഒരു ബിസിനസ്സിന് പെട്ടെന്ന് തന്നെ എന്തായിട്ടും സക്സസ് ആക്കാൻ സാധിക്കും. പക്ഷേ പെർപെച്വൽ സക്സസ്ഫുൾ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഡിഫിക്കൽട്ട് ടാസ്ക് ആണ് ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച്. ചില ബിസിനസ്സുകൾ നമുക്കറിയാം, ആദ്യമൊക്കെ തുടങ്ങുമ്പോൾ എന്തായിരിക്കും? സക്സസ് ആയിരിക്കും. പക്ഷേ തുടർന്ന് വരുന്ന പീരീഡിൽ എന്തായിരിക്കും? അത് ഫെയിലിയർ ആയിട്ട് മാറുന്നു. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ വരുന്നതിനുള്ള കാരണം? പ്രധാനമായിട്ടുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഓർഗനൈസേഷൻ എന്താണ്? പ്രസന്റിനെ മാത്രം ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യുന്നു. ഫ്യൂച്ചറിനെ കുറിച്ച് എന്ത് ചെയ്യുന്നില്ല? ചിന്തിക്കുന്നില്ല, അല്ലെങ്കിൽ ഫ്യൂച്ചറിസ്റ്റിക് ആകുന്നില്ല. ആ ഒരു സാഹചര്യത്തിലാണ് എന്താണ് ഒരു ബിസിനസ് എന്ത് ചെയ്യണം? പെർപെച്വൽ സക്സസ് ആകണം എന്നുണ്ടെങ്കിൽ എന്തിനും ഫ്യൂച്ചറിസ്റ്റിക് ആകണം എന്നാണ് പറയുന്നത്. ഫ്യൂച്ചറിസ്റ്റിക് ആകുമ്പോഴാണ് സ്ട്രാറ്റജി എന്ന് പറയുന്ന ഒരു ടേമിന് എന്ത് ചെയ്യുന്നത്? കൂടുതൽ ഇമ്പോർട്ടൻസ് വരുന്നത്. അപ്പോൾ എന്താണ് സ്ട്രാറ്റജി എന്ന് നമുക്ക് നോക്കാം. സ്ട്രാറ്റജി എന്ന് പറയുന്ന ടേം ഡിറൈവ് ചെയ്തിരിക്കുന്നത് ഗ്രീക്ക് വേർഡായ സ്ട്രാറ്റഗോസ് എന്ന ടേമിൽ നിന്നാണ്. അതൊരു മിലിറ്ററി ടേം ആണ്. സ്ട്രാറ്റജി സിംപ്ലി പറയുവാണെങ്കിൽ ഇറ്റ്സ് ആൻ ആക്ഷൻ ദാറ്റ് മാനേജേഴ്സ് ടേക്ക് ടു അറ്റൈൻ വൺ ഓർ മോർ ഓഫ് ദി ഓർഗനൈസേഷൻ ഗോൾസ്. ഓർഗനൈസേഷന്റെ ഒന്നോ അതിൽ കൂടുതലോ ആയിട്ടുള്ള ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി ഒരു ഓർഗനൈസേഷനിലെ മാനേജേഴ്സ് ചെയ്യുന്ന ആക്ഷനെയാണ് എന്ന് പറയുന്നത് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എന്താണ്? ഇതൊരു ജനറൽ സെറ്റ് ഓഫ് ഡയറക്ഷൻസ് for the company and its various components to achieve a desired state in future. ഫ്യൂച്ചറിൽ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ജനറൽ ഗൈഡ് ലൈനെയാണ് എന്തെന്ന് പറയുന്നത്, അല്ലെങ്കിൽ സെറ്റ് ഓഫ് ഡയറക്ഷൻസിനെയാണ് എന്തെന്ന് പറയുന്നത് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. സ്ട്രാറ്റജി റിലേറ്റ് ചെയ്യുന്നത് ഗോൾസിനെ റിലേറ്റ് ചെയ്തിരിക്കുന്നു, റിസോഴ്സസിനെ റിലേറ്റ് ചെയ്തിരിക്കുന്നു. അതായത് how the ends will be achieved by the means. മീൻസ് വഴി എങ്ങനെ ഗോൾ അച്ചീവ് ചെയ്യാം, അതായത് റിസോഴ്സസ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ഗോൾസ്, ഒരു ഓർഗനൈസേഷന്റെ ഗോൾസ് അച്ചീവ് ചെയ്യാം എന്നാണ് സ്ട്രാറ്റജിയിൽ പറയുന്നത്. ഇറ്റ് ഈസ് ഓൾ അബൌട്ട് ഇന്റഗ്രേറ്റിംഗ് ഓർഗനൈസേഷണൽ ആക്ടിവിറ്റീസ് ആൻഡ് യൂട്ടിലൈസിംഗ് ആൻഡ് അലോക്കേറ്റിംഗ് ദ സ്കേഴ്സ് റിസോഴ്സസ് വിത്തിൻ ദ ഓർഗനൈസേഷണൽ എൻവയോൺമെന്റ് സോ ആസ് ടു മീറ്റ് ദി പ്രസന്റ് ഒബ്ജക്റ്റീവ്സ്. അതായത് ഒരു ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ് മീറ്റ് ചെയ്യുന്നതിന് എന്ത് ചെയ്യുന്നു? ഓർഗനൈസേഷന്റെ ആക്ടിവിറ്റീസിനെ എല്ലാം എന്ത് ചെയ്യുന്നു? ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ എന്താണ്? ഒരു ഓർഗനൈസേഷന്റെ സ്കേഴ്സ് റിസോഴ്സസിനെ എന്താണ് എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യും, അലോക്കേറ്റ് ചെയ്യും ചെയ്യുന്ന ഒരു ഗൈഡ് ലൈൻ ആണ്, അല്ലെങ്കിൽ ഒരു ആക്ഷൻ ആണെന്ന് പറയുന്നത് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. സ്ട്രാറ്റജി ഇൻ ഷോർട്ട് ബ്രിഡ്ജസ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ വേർ വി ആർ ആൻഡ് വേർ വി വാണ്ട് ടു ബി, അല്ലെങ്കിൽ വേർ വി വാണ്ട് ടു ഗോ. നെക്സ്റ്റ് ഫീച്ചേഴ്സ് ഓഫ് സ്ട്രാറ്റജി നോക്കാം. ഫസ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത് സ്ട്രാറ്റജിക് പ്ലാൻ എന്ന് പറയുന്ന ഓർഗനൈസേഷന്റെ ലോങ് ടേം ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടായിരിക്കണം, അല്ലാതെ ഡെയിലി അല്ലെങ്കിൽ റൊട്ടീൻ ബിസിനസ് ഓപ്പറേഷൻസ് റിലേറ്റഡ് ചെയ്തതായിരിക്കില്ല. നെക്സ്റ്റ് ഇറ്റ് ടേക്സ് ഇൻ ടു അക്കൗണ്ട് ദ പ്രോബബിൾ ബിഹേവിയർ ഓഫ് കസ്റ്റമേഴ്സ്, കോമ്പറ്റീറ്റേഴ്സ് ഓർ എംപ്ലോയീസ്. അതായത് ഒരു ഓർഗനൈസേഷന്റെ സ്ട്രാറ്റജിക് പ്ലാൻ എന്ന് പറയുന്നത് ഫ്യൂച്ചർ ഓറിയന്റഡ് ആണ്. അതുകൊണ്ട് തന്നെ എന്താണ് ഒരു സ്ട്രാറ്റജി ഫോർമുലേറ്റ് ചെയ്യുന്നതിന് മുൻപ് ഡിഫറെന്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ, അതായത് കസ്റ്റമേഴ്സ്, കോമ്പറ്റീറ്റേഴ്സ്, എംപ്ലോയീസ് തുടങ്ങിയ സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ പ്രോബബിൾ ബിഹേവിയർ, അവർ ഫ്യൂച്ചറിൽ എങ്ങനെയായിരിക്കും ബിഹേവിയർ ചെയ്യുന്നത് ഒരു പർട്ടിക്കുലർ സ്ട്രാറ്റജി കൊണ്ടുവന്നാൽ എന്ന് എന്ത് ചെയ്യണം? ആദ്യം കൺസിഡർ ചെയ്തിട്ട് വേണം സ്ട്രാറ്റജി ഫോർമുലേറ്റ് ചെയ്യാൻ. നെക്സ്റ്റ് വൺ, ഡിഫൈൻ ദി ഓവറോൾ മിഷൻ, വിഷൻ ആൻഡ് ഡയറക്ഷൻ ഓഫ് ദി ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷന്റെ മിഷൻ, വിഷൻ, ഡയറക്ഷൻ അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് ഒക്കെ എന്ത് ചെയ്തിരിക്കണം? ഒരു സ്ട്രാറ്റജിയിൽ എന്ത് ചെയ്തിരിക്കണം? സ്ട്രാറ്റജി ഫോർമുലേറ്റ് ചെയ്യുമ്പോൾ ഡിഫൈൻ ചെയ്തിരിക്കണം. മിഷൻ ആൻഡ് വിഷൻ സ്റ്റേറ്റ്മെന്റ് എന്താ ഉദ്ദേശിക്കുന്നത്? വാട്ട് വി സ്റ്റാൻഡ് ഫോർ അല്ലെങ്കിൽ വൈ വി എക്സിസ്റ്റ് എന്നാണ് മിഷൻ ആൻഡ് വിഷൻ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. നെക്സ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത് മാക്സിമൈസ് ദി ഓർഗനൈസേഷൻ സ്ട്രെങ്ത് ആൻഡ് മിനിമൈസ് ദി സ്ട്രെങ്ത് ഓഫ് ദി കോമ്പറ്റീറ്റേഴ്സ്. അതായത് ഒരു സ്ട്രാറ്റജി ഫോർമുലേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്തിരിക്കണം? അത് ഓർഗനൈസേഷന്റെ സ്ട്രെങ്തിനെ എന്ത് ചെയ്യണം? മാക്സിമൈസ് ചെയ്യുകയും കോമ്പറ്റീറ്റേഴ്സിന്റെ സ്ട്രെങ്തിനെ എന്ത് ചെയ്തിരിക്കണം? മിനിമൈസ് ചെയ്യുകയും വേണം. നെക്സ്റ്റ് വൺ പറയുന്നത് ഇറ്റ് ബ്രിഡ്ജസ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ വേർ വി ആർ ആൻഡ് വേർ വി വാണ്ട് ടു ബി. അതിൽ പറയുന്നത് ഇന്ന് നമ്മൾ എവിടെ നിൽക്കുന്നു, നാളെ നമുക്ക് എന്താകണം, അതായത് അതിനിടയിൽ വരുന്നതാണ് എന്തെന്ന് പറയുന്നത് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ ഈ ഒരു പൊസിഷനിൽ നിൽക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ ഈ ഇൻഡസ്ട്രിയിൽ നമ്മുടെ ഫേമിന് ഇന്നൊരു പൊസിഷനാണ് ഉള്ളത്. നാളെ നമുക്ക് എന്ത് ചെയ്യണം? വേറൊരു പൊസിഷനിലേക്ക് എത്തണം.
ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നത് ഏത് വഴിയായിരിക്കും? സ്ട്രാറ്റജി ഉപയോഗിച്ചായിരിക്കും. ഇത്രയുമാണ് സ്ട്രാറ്റജിയുടെ ഫീച്ചേഴ്സ്. നെക്സ്റ്റ് ലെവൽസ് ഓഫ് സ്ട്രാറ്റജി നോക്കാം. ഫസ്റ്റ് വൺ കോർപ്പറേറ്റ് ലെവൽ സ്ട്രാറ്റജി. കോർപ്പറേറ്റ് ലെവൽ സ്ട്രാറ്റജി പറയുന്നത് ഒരു ഓർഗനൈസേഷന്റെ മൊത്തത്തിലുള്ള സ്ട്രാറ്റജി അല്ലെങ്കിൽ ഓർഗനൈസേഷനെ മൊത്തത്തിൽ കൺസിഡർ ചെയ്തിട്ട് ഫോർമുലേറ്റ് ചെയ്യുന്ന സ്ട്രാറ്റജിയാണ് എന്ന് പറയുന്നത് കോർപ്പറേറ്റ് ലെവൽ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ നോക്കാം. XY ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനിക്ക് 4 ബിസിനസ് ഏരിയാസ് അല്ലെങ്കിൽ 4 ബിസിനസ് യൂണിറ്റ്സ് ആണ് ഉള്ളത്. സ്റ്റീൽ, ടെലികോം, ഓട്ടോമൊബൈൽസ് ആൻഡ് ടീ. ഈ 4 ബിസിനസ്സിനും അല്ലെങ്കിൽ 4 ബിസിനസ് ഏരിയസിനും എന്തുണ്ട്? ഡിഫറെന്റ് പ്ലാൻസും സ്ട്രാറ്റജീസും ഉണ്ട്. XY എന്ന് പറയുന്ന കമ്പനിയുടെ അല്ലെങ്കിൽ ഓർഗനൈസേഷന്റെ മൊത്തത്തിലുള്ള സ്ട്രാറ്റജിയാണ് എന്തെന്ന് പറയുന്നത്? കോർപ്പറേറ്റ് ലെവൽ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് റിലേറ്റഡ് ടു വേരിയസ് ബിസിനസ് ഏരിയാസ് ഇൻ വിച്ച് ദി ഫേം ഓപ്പറേറ്റ്സ് ആൻഡ് കോമ്പീറ്റ്സ്. At the highest level, corporate strategy involves high-level strategic decision that will help a company sustain a competitive advantage and remain profitable in the foreseeable future. It involves integrating and managing diverse business and realizing synergy at the corporate level. അതായത് കോർപ്പറേറ്റ് ലെവലിൽ സിനർജി എന്ന് പറയുന്നത് റിയലൈസ് ചെയ്യുക എന്നുള്ളതാണ് എന്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം? കോർപ്പറേറ്റ് ലെവൽ സ്ട്രാറ്റജിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? ഡിഫറെന്റ് ബിസിനസ് ഏരിയാസിനെ എന്ത് ചെയ്യുന്നു? സ്ട്രാറ്റജീസിനെ എന്ത് ചെയ്യും? ഇന്റഗ്രേറ്റ് അല്ലെങ്കിൽ ആക്ടിവിറ്റീസിനെ ഇന്റഗ്രേറ്റ് ചെയ്യുകയും മാനേജ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ എന്താണ് സിനർജി എന്ന് നോക്കാം. ഒരു കമ്പൈൻഡ് എഫക്റ്റ് കൊണ്ടുണ്ടാകുന്ന ഗുണങ്ങളെയാണ് സിനർജി എന്ന് പറയുന്നത്. സിനർജി എന്ന് പറയുന്ന തിയറിയിൽ പറയുന്നത് 1+1 എന്ന് പറയുന്നത് എന്താണ്? 2 അല്ല, മോർ ദാൻ 2 അല്ലെങ്കിൽ 3 ആയിരിക്കും എന്നാ പറയുന്നത്. അപ്പോൾ കമ്പൈൻഡ് ആയിട്ട്, അതായത് ഡിഫറെന്റ് ബിസിനസ് യൂണിറ്റ്സിന് എന്താണ്? സ്ട്രാറ്റജീസിനെ ഒരുമിച്ച് കൊണ്ടുവന്നിട്ട് ഓരോ ഓർഗനൈസേഷന്റെ മൊത്തത്തിലുള്ള സ്ട്രാറ്റജി എന്ത് ചെയ്യുക? ഫുൾഫിൽ ചെയ്യുക. അതാണ് ഏതിൽ പറയുന്നത്? കോർപ്പറേറ്റ് ലെവൽ സ്ട്രാറ്റജിയിൽ പറയുന്നത്. ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ടീമിനായിരിക്കും എന്തെന്ന് പറയുന്നത്? ഈ കോർപ്പറേറ്റ് ലെവൽ സ്ട്രാറ്റജിയുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ലെവൽ ഓഫ് സ്ട്രാറ്റജിയാണ് ബിസിനസ് ലെവൽ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഇറ്റ്സ് എ ഫോർമുലേറ്റഡ് ടു കൺവേർട്ട് ദി കോർപ്പറേറ്റ് വിഷൻ ഇൻ ടു റിയാലിറ്റി. ഒരു കോർപ്പറേറ്റ് അല്ലെങ്കിൽ ഓർഗനൈസേഷന്റെ വിഷനെ റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടു കൂടി ഫോർമുലേറ്റ് ചെയ്യുന്ന സ്ട്രാറ്റജിയാണ് എന്ന് പറയുന്നത് ബിസിനസ് ലെവൽ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഫോർമുലേറ്റഡ് ഫോർ സ്പെസിഫിക് ബിസിനസ് യൂണിറ്റ്സ് ആൻഡ് റിലേറ്റഡ് ടു ഡിസ്റ്റിങ്ക്റ്റ് പ്രോഡക്റ്റ് മാർക്കറ്റ് ഏരിയ. അതായത് നേരത്തെ ഞാൻ പറഞ്ഞ എക്സാമ്പിൾ തന്നെ പറഞ്ഞു. XY ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനി, ആ കമ്പനിയുടെ മൊത്തത്തിലുള്ള സ്ട്രാറ്റജി എന്തെന്ന് പറയും? കോർപ്പറേറ്റ് ലെവൽ സ്ട്രാറ്റജി എന്ന് പറയും. അതിന് 4 ഡിഫറെന്റ് ബിസിനസ് ഏരിയാസ് അല്ലെങ്കിൽ ബിസിനസ് യൂണിറ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞു. സ്റ്റീല്, ടെലികോം, ഓട്ടോമൊബൈൽസ് അല്ലെങ്കിൽ ടീ. ഈ ഓരോ യൂണിറ്റ്സിന്റെയും സ്ട്രാറ്റജി സെപ്പറേറ്റ് എന്തെന്ന് പറയും? ബിസിനസ് ലെവൽ സ്ട്രാറ്റജി എന്ന് പറയും. ബിസിനസ് ലെവൽ സ്ട്രാറ്റജിയുടെ റെസ്പോൺസിബിലിറ്റി ആർക്കായിരിക്കും? ഈ ഓരോ സ്ട്രാറ്റജിക് ബിസിനസ് യൂണിറ്റിനും ആയിരിക്കും ഈ പറഞ്ഞ ബിസിനസ് ലെവൽ സ്ട്രാറ്റജിയുടെ റെസ്പോൺസിബിലിറ്റി. അപ്പോൾ ഇവിടെ വരുന്ന ടേം ആണ് സ്ട്രാറ്റജിക് ബിസിനസ് യൂണിറ്റ്സ്. എന്താണ് സ്ട്രാറ്റജിക് ബിസിനസ് യൂണിറ്റ് എന്ന് പറയുന്നത്? ഇൻഡിപെൻഡന്റ്ലി മാനേജ്ഡ് ഡിവിഷൻ ഓഫ് എ ലാർജ് കമ്പനി. ഒരു ലാർജ് കമ്പനിയുടെ ഒരു ഡിവിഷനെയാണ് എന്തെന്ന് പറയുന്നത്? സ്ട്രാറ്റജിക് ബിസിനസ് യൂണിറ്റ് എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ 4 ബിസിനസ് യൂണിറ്റ്സ് ആണ് ഉള്ളത്. അപ്പോൾ അവർക്ക് ഡിഫറെന്റ് എന്തുണ്ട്? സ്ട്രാറ്റജീസ് ഉണ്ട്. അപ്പോൾ അവർക്ക് തന്നെ എന്ത് വിഷൻ ഉണ്ട്, മിഷൻ ഉണ്ട്, ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഇതെന്താണ്? ഒരു ഓട്ടോണമസ് യൂണിറ്റ് ഓഫ് എ ഫേം ആണ്. ഈച്ച് ബിസിനസ് യൂണിറ്റ് ഈസ് ആൻ എന്താണ്? സ്ട്രാറ്റജിക് ബിസിനസ് യൂണിറ്റ് എന്ന് പറയാം. ഒരു ഡിവിഷൻ അല്ലെങ്കിൽ ബിസിനസ് യൂണിറ്റ് എന്ന് പറയാം സ്ട്രാറ്റജിക് ബിസിനസ് യൂണിറ്റ് എന്ന് പറയാം. ഈ സ്ട്രാറ്റജിക് ബിസിനസ് യൂണിറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ഡെവലപ്പിംഗ് ഇറ്റ്സ് ഓൺ സ്ട്രാറ്റജി. അവർ ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രാറ്റജിക്ക് എന്താണ്? ആ ഒരു ബിസിനസ് യൂണിറ്റ് എന്താണ്? റെസ്പോൺസിബിൾ ആയിരിക്കും. അതുപോലെ തന്നെ എന്താണ്? സ്മാൾ യൂണിറ്റ്സ് ആർ ഫോംഡ് ആസ് എ സെപ്പറേറ്റ് SBU so that revenue, cost as well as profit can be tracked independently. ഇതിനെയാണ് സ്ട്രാറ്റജിക് ബിസിനസ് യൂണിറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ലെവൽ ഓഫ് സ്ട്രാറ്റജി ആണ് ഫങ്ഷണൽ ലെവൽ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഓരോ ബിസിനസ്സിനും എന്തുണ്ട്? ഡിഫറെന്റ് ഫങ്ഷൻസ് ഉണ്ട്. ഫങ്ഷൻസ് എന്ന് പറയുന്നതാണ് മാനുഫാക്ചറിംഗ് ഫങ്ഷൻ ഉണ്ട്, ഫിനാൻസ് ഫങ്ഷൻ ഉണ്ട്, മാർക്കറ്റിംഗ് ഫങ്ഷൻ ഉണ്ട്, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഫങ്ഷൻ ഉണ്ട്, ഹ്യൂമൻ റിസോഴ്സസ് ഫങ്ഷൻ ഉണ്ട്. ആ ഓരോ ഫങ്ഷന്റെയും കീഴിൽ വരുന്ന സ്ട്രാറ്റജീസിനെയാണ് എന്തെന്ന് പറയുന്നത്? ഫങ്ഷണൽ ലെവൽ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഈ ഫങ്ഷണൽ ലെവൽ സ്ട്രാറ്റജിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്തായിരിക്കും? ബിസിനസ് ലെവൽ സ്ട്രാറ്റജീസിനെ എന്ത് ചെയ്യുക? റിയലൈസ് ചെയ്യുക എന്നുള്ളതായിരിക്കും, അല്ലെങ്കിൽ അറ്റൈൻ ചെയ്യുക എന്നുള്ളതായിരിക്കും എന്ത്? ഫങ്ഷണൽ ലെവൽ സ്ട്രാറ്റജിയുടെ പ്രധാനമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത്. ഈ സ്ട്രാറ്റജിയുടെ റെസ്പോൺസിബിലിറ്റി ആർക്കായിരിക്കും? ഈ ഫങ്ഷണൽ ഹെഡ്സിന് തന്നെ, അല്ലെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ്സ് ആയിരിക്കും റെസ്പോൺസിബിൾ ആകുന്നത്. നമുക്ക് പിക്ചർ നോക്കിയാൽ തന്നെ അറിയാം. കോർപ്പറേറ്റ് ഹെഡ്ക്വാർട്ടേഴ്സ് കാണും. അതിന്റെ കീഴിലാണ് ഏത് വരുന്നത്? സ്ട്രാറ്റജിക് ബിസിനസ് യൂണിറ്റ് വരുന്നത്. അപ്പോൾ കോർപ്പറേറ്റ് ഹെഡ്ക്വാർട്ടേഴ്സിൽ വരുന്നതാണ് കോർപ്പറേറ്റ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. നെക്സ്റ്റ്
ബിസിനസ് സ്ട്രാറ്റജി. ആ ബിസിനസ് സ്ട്രാറ്റജി എന്ന സ്ട്രാറ്റജിക് ബിസിനസ് യൂണിറ്റ് ഓരോ സ്ട്രാറ്റജിക് ബിസിനസ് യൂണിറ്റിലും വരുന്നതാണ്. നെക്സ്റ്റ് ഫംഗ്ഷണൽ സ്ട്രാറ്റജി. ഫംഗ്ഷണൽ സ്ട്രാറ്റജി എന്നാണ് ഓരോ ഫംഗ്ഷണൽ ഹെഡിലും വരുന്ന ഡിഫറെന്റ് സ്ട്രാറ്റജീസ് ആണ്. അപ്പോൾ ഇത്രയുമാണ് ഡിഫറെന്റ് ലെവൽസ് ഓഫ് സ്ട്രാറ്റജീസ്. നെക്സ്റ്റ് അപ്രോച്ചസ് ടു സ്ട്രാറ്റജി. സെക്കൻഡ് വേൾഡ് വാറിന് ശേഷമാണ് മിലിറ്ററി ടേമായ സ്ട്രാറ്റജി എന്ന ടേം കോർപ്പറേറ്റ് വേൾഡിൽ യൂസ് ചെയ്ത് തുടങ്ങിയത്. 1973 മിൻസ്ബർഗ് സ്ട്രാറ്റജിക് മേക്കിംഗ് അപ്രോച്ചിന് ഡിഫറെന്റ് കാറ്റഗറീസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തു അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്തു. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് അഡാപ്റ്റീവ്, സെക്കൻഡ് ഓൺട്രപ്രണറിയൽ, ലാസ്റ്റ് വൺ പ്ലാനിങ്. അത് കഴിഞ്ഞിട്ട് 1980 മൈക്കിൾ പോർട്ടർ കോർപ്പറേറ്റ് സ്ട്രാറ്റജിയെ കുറിച്ച് ഡിഫൈൻ ചെയ്തു. ഡിഫൈൻ ചെയ്തത് ഇൻഡസ്ട്രിയുടെ കണ്ടീഷൻസും അതുപോലെ തന്നെ ഓരോ കമ്പനിക്കും ഇൻഡസ്ട്രിയിലുള്ള പൊസിഷനെ ബേസ് ചെയ്തിട്ടാണ് കോർപ്പറേറ്റ് സ്ട്രാറ്റജി ഡിഫൈൻ ചെയ്തത്. അത് കഴിഞ്ഞിട്ട് കോർ കോമ്പീറ്റൻസി തിയറി. കോർ കോമ്പീറ്റൻസി തിയറിയെ കുറിച്ച് ഗാരി ഹാമലും CK പ്രഹ്ലാദും ഒരു പബ്ലിക്കേഷനിലൂടെ 1970 എന്ത് ചെയ്തു, ആ ഒരു സ്ട്രാറ്റജിയെ കുറിച്ച് കോർ കോമ്പീറ്റൻസി സ്ട്രാറ്റജിയെ കുറിച്ചിട്ട് മെൻഷൻ ചെയ്തിരുന്നു. അപ്പം കോർ കോമ്പീറ്റൻസി തിയറി അല്ലെങ്കിൽ കോർ കോമ്പീറ്റൻസി എന്നുള്ള ടേം ആരാ ഡെവലപ്പ് ചെയ്തതെന്ന് ചോദിച്ചാൽ CK പ്രഹ്ലാദ് ആണ്. അത് മറക്കരുത്, അത് ചോദിക്കാൻ കൊള്ളാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു ഓർഗനൈസേഷന്റെ ഒരു സ്ട്രാറ്റജി ഫോം ചെയ്യുന്നത് പ്രധാനമായിട്ടും 3 അപ്രോച്ചിനെ ബേസ് ചെയ്തെന്നാണ് പറയുന്നത്. ഫസ്റ്റ് വൺ ഇന്റേർണലി ഡ്രിവൺ ഓർഗനൈസേഷൻ. ഇന്റേർണലി ഡ്രിവൺ ഓർഗനൈസേഷനിൽ പറയുന്നത് their strategy is driven by what they have done in the past. പാസ്റ്റിൽ എന്ത് ചെയ്തു അത് ബേസ് ചെയ്തിട്ടാണ് സ്ട്രാറ്റജി ഫോർമുലേറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിനെ ഇന്റേർണലി ഡ്രിവൺ ഓർഗനൈസേഷൻ എന്ന് പറയും. The weakness with this strategy is that organization members are not anticipating changes that are happening in the marketplace. മാർക്കറ്റ് എന്താണ് ഫ്യൂച്ചർ നമുക്ക് എന്ത് ചെയ്യാം, പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്താ സംഭവിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അത് പ്രെഡിക്റ്റ് ചെയ്യുക, അതൊന്നും ആന്റിസിപ്പേറ്റ് ചെയ്യാതെ ആയിരിക്കും എന്ത് ചെയ്യുന്നത് സ്ട്രാറ്റജി ഫോർമുലേറ്റ് ചെയ്യുന്നത്. എവിടെ? ഇന്റേർണലി ഡ്രിവൺ ഓർഗനൈസേഷനിൽ. അത് ഇതിന്റെ ഒരു എന്താണ് വീക്ക്നെസ് അല്ലെങ്കിൽ ഡ്രോബാക്ക് ആയിട്ട് പറയുന്നു. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് കസ്റ്റമർ ഡ്രിവൺ ഓർഗനൈസേഷൻ ആണ്. കസ്റ്റമർ ഡ്രിവൺ ഓർഗനൈസേഷനിൽ പറയുന്നത് ഓർഗനൈസേഷന്റെ കസ്റ്റമേഴ്സിനെ ലിസൺ ചെയ്തിട്ട് എന്ത് ചെയ്യും, സ്ട്രാറ്റജീസ് ഫോർമുലേറ്റ് ചെയ്യും. നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഡ്രിവൺ ഓർഗനൈസേഷൻ. മാർക്കറ്റ് ഡ്രിവൺ ഓർഗനൈസേഷനിൽ സ്ട്രാറ്റജി ഫോർമുലേറ്റ് ചെയ്യുന്നത് മാർക്കറ്റിൽ അല്ലെങ്കിൽ മാർക്കറ്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. Strategy on making conscious choices about which market they will serve and how they will add value. ഏത് മാർക്കറ്റിനെയാണ് സെർവ് ചെയ്യേണ്ടത്, ഏത് മാർക്കറ്റിലാണ് ഇതിന് വാല്യൂ കൂട്ടേണ്ടത് അല്ലെങ്കിൽ മാർക്കറ്റിലാണ് മാർക്കറ്റ് ഷെയർ കൂട്ടേണ്ടത് എന്നൊക്കെയാണ്. അത് ബേസ് ചെയ്തിട്ടാണ് സ്ട്രാറ്റജി എവിടെ ഫോർമുലേറ്റ് ചെയ്യുന്നത്, മാർക്കറ്റ് ഡ്രിവൺ ഓർഗനൈസേഷനിൽ സ്ട്രാറ്റജീസ് ഫോം ചെയ്യുന്നത്. സ്ട്രാറ്റജിക് ഡിസിഷൻ മേക്കിങ്ങിന്റെ അപ്രോച്ചസ് ഏതൊക്കെയാണെന്ന് നോക്കാം. പ്രധാനമായിട്ടും 10 അപ്രോച്ചസ് ആണ് ഉള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് റാഷണൽ അനലിറ്റിക്കൽ അപ്രോച്ച്. റാഷണൽ അനലിറ്റിക്കൽ അപ്രോച്ചിനകത്ത് ഡിസിഷൻ മേക്കർ എന്ന് പറയുന്നത് എന്താണ്, റാഷണൽ അല്ലെങ്കിൽ ഇന്റലിജന്റ് എന്നാണ് പറയുന്നത്. അപ്പൊ സ്ട്രാറ്റജി ഫെയിം ചെയ്യുന്നത് എന്തായിരിക്കും, റാഷണലി അല്ലെങ്കിൽ ഇന്റലിജന്റ്ലി ആയിരിക്കും ഓരോ സ്ട്രാറ്റജീസ് അല്ലെങ്കിൽ ഡിസിഷൻസ് എടുക്കുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഇൻറ്റ്യൂട്ടീവ് അല്ലെങ്കിൽ ഇമോഷണൽ അപ്രോച്ചസ് എന്നാണ് പറയുന്നത്. ഇതിൽ എന്താണ് റാഷണൽ അനലിറ്റിക്കലിന് ഓപ്പോസിറ്റ് ആണ്. അല്ലെങ്കിൽ ഇതിൽ പറയുന്നത് ഇമോഷൻസ് ബേസ് ചെയ്ത് അല്ലെങ്കിൽ ഒരു ഡിസിഷൻ മേക്കറിന് ആ സമയത്ത് എന്താണോ റൈറ്റ് എന്ന് ഫീൽ ചെയ്യുന്നത് ആ ഒരു ഡിസിഷൻ എടുക്കും അല്ലെങ്കിൽ ആ ഒരു സ്ട്രാറ്റജി എന്ത് ചെയ്യും ഫോർമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഇൻറ്റ്യൂട്ടീവ് ഇമോഷണൽ അപ്രോച്ച് എന്ന് പറയും. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ ബിഹേവിയറൽ അപ്രോച്ച് ആണ്. പൊളിറ്റിക്കൽ ബിഹേവിയറൽ അപ്രോച്ചിനകത്ത് ഡിഫറെന്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ട് ഇന്ററാക്ട് ചെയ്തിട്ടായിരിക്കും അല്ലെങ്കിൽ അവരെയും കൂടെ കൺസിഡർ ചെയ്തിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത് സ്ട്രാറ്റജി ഫോർമുലേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിസിഷൻസ് എടുക്കുന്നത്. നെക്സ്റ്റ് വൺ അഡ്മിനിസ്ട്രേറ്റീവ് അപ്രോച്ച് ആണ്. അഡ്മിനിസ്ട്രേറ്റീവ് അപ്രോച്ചിൽ ഹെർബർട്ട് എ സൈമൺ പറയുന്നത് ഒരു ഓർഗനൈസേഷനിൽ ഡിസിഷൻ എടുക്കുമ്പോൾ അല്ലെങ്കിൽ സ്ട്രാറ്റജി ഫോർമുലേറ്റ് ചെയ്യുന്നത് എപ്പോഴും റാഷണൽ അല്ലെങ്കിൽ ലോജിക്കൽ ബേസിലാകണം എന്നില്ല. ഇൻഫർമേഷൻ എന്താണ് ഇൻകംപ്ലീറ്റ് അല്ലെങ്കിൽ ഇൻപെർഫെക്റ്റ് ആയി കഴിഞ്ഞാൽ ഡിസിഷൻ മേക്കിംഗ് എന്തായിരിക്കും ഇറാഷണൽ ആകാം. നെക്സ്റ്റ് വൺ ഓൺട്രപ്രണറിയൽ അപ്രോച്ച് ആണ്. ഇതിൽ പറയുന്നത് ഒരു ഓർഗനൈസേഷൻ എന്താണ് കറണ്ടും അതുപോലെ തന്നെ പ്രസന്റ് അല്ലെങ്കിൽ ഫ്യൂച്ചർ കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജസ് ആയിരിക്കും അത് ബേസ് ചെയ്തിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത് ഡിസിഷൻസ് എടുക്കുന്നത്. നെക്സ്റ്റ് അഡാപ്റ്റീവ് അപ്രോച്ച്. അഡാപ്റ്റീവ് അപ്രോച്ച് എന്ന് പറയുന്നത് ഇസ് എ റിയാക്റ്റീവ് റാദർ ദാൻ ദി പ്രൊയാക്റ്റീവ് ആൻഡ് ഇറ്റ് ട്രൈസ് ടു കളക്ട് ആൻഡ് മിക്സ് ദി വേരിയൻസ് ഫാക്ടർ ഇൻഫ്ലുവൻസിങ് ദി സ്ട്രാറ്റജിക് ഡിസിഷൻ. സ്ട്രാറ്റജിക് ഡിസിഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സിനെ എന്ത് ചെയ്യുന്നു കളക്ട് ചെയ്തിട്ട് അത് ബേസ് ചെയ്തിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത് അല്ലെങ്കിൽ അത് അനലൈസ് ചെയ്തിട്ടായിരിക്കും ഡിസിഷൻസ് എന്ത് ചെയ്യുന്നത് എടുക്കുന്നത്. ഇറ്റ് ടച്ചസ് ദ വെരി റൂട്ട് ഓഫ് ചേഞ്ചിങ്
context of decision making. Next one, a satisfying approach. Satisfying approach ൽ പറയുന്നത് decision making എന്ന് പറയുന്നത് incomplete അല്ലെങ്കിൽ limited knowledge base ചെയ്തിരിക്കും. ഇവിടെ ഒരു decision maker എന്ന് പറയുന്നത് optimized decision എടുക്കാൻ സാധിക്കുന്നില്ല. Satisfying decision മാത്രമേ എടുക്കാൻ സാധിക്കുന്നുള്ളൂ. Optimizing means choosing the best possible alternative. Satisfying means എന്താണ്? Choosing the first alternative. Information അല്ലെങ്കിൽ knowledge limited ആയതുകൊണ്ട് തന്നെ best alternative choose ചെയ്യണം എന്നില്ല. ഫസ്റ്റ് ഓൾട്ടർനേറ്റീവ് എന്ത് ചെയ്യും? ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ട് ചൂസ് ചെയ്യും. നെക്സ്റ്റ് വൺ പ്ലാനിങ് അപ്രോച്ച്. പ്ലാനിങ് അപ്രോച്ച് എന്ന് പറയുന്നത് ഓർഗനൈസേഷനിൽ ഫ്യൂച്ചറിനെ ബേസ് ചെയ്തിട്ടായിരിക്കും എന്ത് ചെയ്യുന്ന ഡിസിഷൻ എടുക്കുന്നത്. അതിനെയാണ് പ്ലാനിങ് അപ്രോച്ച് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഇൻറ്റ്യൂട്ടീവ് ആൻറ്റിസിപ്പേറ്ററി. ഈ ഒരു അപ്രോച്ചിൽ ഡിസിഷൻ മേക്കിംഗ് എടുക്കുന്നത് പ്രൊമോട്ടർ അല്ലെങ്കിൽ ചീഫ് എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള സിംഗിൾ പേഴ്സൺ ആയിരിക്കും ഒരു ഡിസിഷൻ എടുക്കുന്നത്. He anticipates the future and takes strategy decision accordingly. അദ്ദേഹം തന്നെ എന്ത് ചെയ്യും? ഫ്യൂച്ചറിനെ ആൻറ്റിസിപ്പേറ്റ് ചെയ്തിട്ട് അത് ബേസ് ചെയ്ത് എന്ത് ചെയ്തിരിക്കും? ഡിസിഷൻ അല്ലെങ്കിൽ സ്ട്രാറ്റജി ഫോർമുലേറ്റ് ചെയ്യും. ലാസ്റ്റ് വൺ, കോമ്പിനേഷൻ ഓഫ് ഡിഫറെന്റ് അപ്രോച്ച്. ഓരോ സിറ്റുവേഷന്റെ പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ള ആസ്പെക്ട്സ് കൺസിഡർ ചെയ്തുകൊണ്ട് ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു അപ്രോച്ച് അല്ലെങ്കിൽ ഡിഫറെന്റ് അപ്രോച്ചസ് യൂസ് ചെയ്യുന്ന മെത്തേഡിനാണ് എന്തെന്ന് പറയുന്നത്? കോമ്പിനേഷൻ ഓഫ് ഡിഫറെന്റ് അപ്രോച്ച്. അത് ബേസ് ചെയ്ത് എന്ത് ചെയ്യും? ഡിസിഷൻസ് അല്ലെങ്കിൽ സ്ട്രാറ്റജീസ് ഫോർമുലേറ്റ് ചെയ്യും. ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തത് സ്ട്രാറ്റജിക് മാനേജ്മെന്റിന്റെ ഫസ്റ്റ് എലമെന്റ് ആയ സ്ട്രാറ്റജി എന്താണ്, സ്ട്രാറ്റജിയുടെ ഫീച്ചേഴ്സ്, ഡിഫറെന്റ് ലെവൽസ് ഓഫ് സ്ട്രാറ്റജി. ഡിഫറെന്റ് ലെവൽസ് ഓഫ് സ്ട്രാറ്റജിയിൽ SBU അഥവാ സ്ട്രാറ്റജിക് ബിസിനസ് യൂണിറ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞത് എന്താണ്? ഡിഫറെന്റ് അപ്രോച്ചസ് ഓഫ് സ്ട്രാറ്റജി അല്ലെങ്കിൽ സ്ട്രാറ്റജിക് ഡിസിഷൻ മേക്കിംഗ്. ഇനി നമുക്ക് സ്ട്രാറ്റജിക് മാനേജ്മെന്റ് എന്താണെന്ന് നോക്കാം. ഒരു ഓർഗനൈസേഷന്റെ ബെറ്റർ പെർഫോമൻസ് അച്ചീവ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് അറ്റൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഓർഗനൈസേഷനിൽ ഡിഫറെന്റ് സ്ട്രാറ്റജീസ് ഐഡന്റിഫൈ ചെയ്യുകയും ഡിസ്ക്രൈബ് ചെയ്യുകയും ചെയ്യുന്ന പ്രോസസ്സിനെയാണ് സ്ട്രാറ്റജിക് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഇതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഡിഫറെന്റ് ഗോൾസ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് ഫോർമുലേറ്റ് ചെയ്യുന്നുണ്ട്. ആ ഗോൾസ് അറ്റൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? ഡിഫറെന്റ് റിസോഴ്സസ്, സ്കേഴ്സ് ആയിട്ടുള്ള റിസോഴ്സസ് ഐഡന്റിഫൈ ചെയ്യുകയും യൂട്ടിലൈസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ്? ഇന്റേണൽ എക്സ്റ്റേണൽ എൻവയോൺമെന്റിനെ അസസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു പ്രോസസ്സിനെയാണ് എന്തെന്ന് പറയുന്നത്? സ്ട്രാറ്റജിക് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ സ്ട്രാറ്റജിക് മാനേജ്മെന്റിലെ പ്രധാനപ്പെട്ട പ്രോസസ്സുകൾ ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ, ഗോൾസ് സെറ്റ് ചെയ്യുക. ഐഡന്റിഫിക്കേഷൻ ആൻഡ് യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്, അതായത് റിസോഴ്സസ് ഐഡന്റിഫൈ ചെയ്യുകയും യൂട്ടിലൈസ് ചെയ്യുകയും ചെയ്യുക. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക? എൻവയോൺമെന്റൽ സ്കാനിങ്, അതായത് ഒരു ഓർഗനൈസേഷന് രണ്ട് എൻവയോൺമെന്റ് ഉണ്ട്, ഇന്റേണലും എക്സ്റ്റേണൽ എൻവയോൺമെന്റ്. ആ എൻവയോൺമെന്റ് എന്ത് ചെയ്യുക? ഇവാലുവേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അസസ് ചെയ്യുക. സ്ട്രാറ്റജിക് മാനേജ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? കണ്ടിന്യൂസ് പ്രോസസ് ആണ്. ദാറ്റ് ഇവാലുവേറ്റ്സ് ആൻഡ് കൺട്രോൾ ദി ബിസിനസ് ആൻഡ് ഇൻഡസ്ട്രീസ്. ഇൻഡസ്ട്രീസിനെയും ബിസിനസിനെയും എന്ത് ചെയ്യുന്നു? കൺട്രോൾ ചെയ്യൽ, ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആണ് എന്ന് പറഞ്ഞത് സ്ട്രാറ്റജിക് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഇതെന്ത് ചെയ്യും? ഒരു ഓർഗനൈസേഷന്റെ കോമ്പറ്റീറ്റേഴ്സിനെ ഇവാലുവേറ്റ് ചെയ്യും, ഓർഗനൈസേഷന്റെ ഗോൾസും സ്ട്രാറ്റജീസും സെറ്റ് ചെയ്യും. അതുവഴി എന്ത് ചെയ്യും? ഒരു കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജസ് എന്ത് ചെയ്യും? ഒരു ഓർഗനൈസേഷൻ ക്രിയേറ്റ് ചെയ്യും. ആൻഡ് റീ ഇവാലുവേറ്റ് സ്ട്രാറ്റജി ഓൺ ദി റെഗുലർ ബേസിസ്. റെഗുലർ ബേസിസിൽ എന്ത് ചെയ്യും? ഈ ഒരു സ്ട്രാറ്റജി എന്ത് ചെയ്യും? റീ ഇവാലുവേറ്റ് ചെയ്യും. അപ്പൊ എന്തെങ്കിലും ഡ്രോബാക്ക് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? അത് ക്യാൻസൽ ചെയ്തിട്ട് ന്യൂ സ്ട്രാറ്റജി അല്ലെങ്കിൽ ന്യൂ പ്ലാൻ എന്ത് ചെയ്യും? ഡെവലപ്പ് ചെയ്യും. ഇതിനെയാണ്, ഈ ഒരു പ്രോസസ്സിനെയാണ് എന്ന് പറയുന്നത് സ്ട്രാറ്റജിക് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. സ്ട്രാറ്റജിക് മാനേജ്മെന്റ് എനേബിൾ ദ ഫേം ടു സർവൈവ് ഇൻ ലോങ് റൺ. ഒരു ഫേമിന് പെർപെക്ച്വൽ ആയിട്ട് സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്യാൻ സഹായിക്കുന്നതാണ് എന്തെന്ന് പറയുന്ന ഒരു പ്ലാൻ ആണ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അപ്പൊ അതിന് സഹായിക്കുന്ന ഒരു പ്രോസസ് ആണ് ഇത് സ്ട്രാറ്റജിക് മാനേജ്മെന്റ്. അതുപോലെ തന്നെ ഒരു ഓർഗനൈസേഷന്റെ ലോങ് ടേം വിഷൻ എന്ത് ചെയ്യുക? ഇംപ്ലിമെന്റ് ചെയ്യുക. എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു ഓർഗനൈസേഷന്റെ ഗ്രോത്ത് അറ്റൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. സ്ട്രാറ്റജിക് മാനേജ്മെന്റ് എന്ന് പറയുന്ന കണ്ടിന്യൂസ് പ്രോസസ് ആണ്. സ്മാളും ലാർജുമായിട്ടുള്ള ഓർഗനൈസേഷനിൽ എന്ത് ചെയ്യുന്നു? സ്ട്രാറ്റജിക് മാനേജ്മെന്റ് എന്ത് ചെയ്യുന്നുണ്ട്? കണ്ടക്ട് ചെയ്യുന്നുണ്ട്. By formulating and implementing appropriate strategy, the firm can attain sustainable competitive advantages. അതായത് സസ്റ്റൈനബിൾ കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ കോമ്പറ്റീറ്റീവ്സിന്റെ എന്ത് ചെയ്യുക? അവരുടെ കൂടെ ഒരു ഓർഗനൈസേഷന് മുന്നിൽ നിൽക്കുന്നതിന് അല്ലെങ്കിൽ കോമ്പറ്റീറ്റീവ്സിനെ കാട്ടി ഒരു പടി മുന്നിൽ നിൽക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഓർഗനൈസേഷനിൽ ഡിഫറെന്റ് സ്ട്രാറ്റജീസ് ഫോർമുലേറ്റ് ചെയ്യുകയും ഇംപ്ലിമെന്റ് ചെയ്യുകയും ചെയ്യുന്ന പ്രോസസ്സാണ് എന്ന് പറയുന്നത് സ്ട്രാറ്റജിക് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ സ്ട്രാറ്റജിക് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആണ്. ഒരു ഓർഗനൈസേഷന്റെ സ്ട്രാറ്റജീസ് എന്ത് ചെയ്യുക? ഫോർമുലേറ്റ് ചെയ്യുകയും ഇംപ്ലിമെന്റ് ചെയ്യുകയും ചെയ്യുന്നു. അതുവഴി എന്ത് ചെയ്യുന്നു? കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജസും ഒരു ഓർഗനൈസേഷന്റെ ഗ്രോത്തും ബെറ്റർ പെർഫോമൻസും എന്ത് ചെയ്യുന്നുണ്ട്? എൻഷുർ ചെയ്യുന്നുണ്ട്. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? സ്ട്രാറ്റജിക് മാനേജ്മെന്റ് എന്ന് പറയുന്നത്.
സ്ട്രാറ്റജിക് മാനേജ്മെന്റ് പ്രോസസ്. സ്ട്രാറ്റജിക് മാനേജ്മെന്റ് പ്രോസസ് എന്ന് പറയുന്നത് സ്ട്രാറ്റജിക് മാനേജ്മെന്റിൽ വരുന്ന ഡിഫറെന്റ് സ്റ്റെപ്സ് ആണ്. ഫസ്റ്റ് വൺ, എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് സ്ട്രാറ്റജിക് ഇന്റന്റ്. സ്ട്രാറ്റജിക് ഇന്റന്റ് എന്ന് പറയുന്നത് ഹൈറാർക്കി ഓഫ് ഒബ്ജക്റ്റീവ്സ് എന്ത് ചെയ്യുക, സെറ്റ് ചെയ്യുക. അതിൽ വരുന്നത് വിഷൻ, മിഷൻ, ബിസിനസ് ഡെഫിനിഷൻ, ഒബ്ജക്റ്റീവ്സ് തുടങ്ങിയവയാണ്. സ്ട്രാറ്റജിക് ഇന്റന്റ് which include creating and communicating a vision, designing the mission statement, defining the business, adopting the business model, setting objective. ഒരു ഓർഗനൈസേഷന്റെ വിഷൻ എന്താണെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, മിഷൻ സ്റ്റേറ്റ്മെന്റ് ഡിസൈൻ ചെയ്യുക, അല്ലെങ്കിൽ ബിസിനസിനെ ഡിഫൈൻ ചെയ്യുക, ബിസിനസ് മോഡലിനെ എന്ത് ചെയ്യുക, അഡോപ്റ്റ് ചെയ്യുക, ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുക. ഇതൊക്കെയാണ് ഏതിൽ വരുന്നത്, സ്ട്രാറ്റജിക് ഇന്റന്റിൽ വരുന്നത്. The strategic intent makes it clear what organization stand for. Vision intent serve the purpose of stating what the organization wishes to achieve in long run. Long run ൽ ഒരു ഓർഗനൈസേഷൻ എന്ത് നേടണം എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്, വിഷൻ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത്. മിഷൻ സ്റ്റേറ്റ്മെന്റിൽ എന്താണ് പറയുന്നത്, ഇറ്റ്സ് റിലേറ്റഡ് ദി ഓർഗനൈസേഷൻ ടു ദി സൊസൈറ്റി ആണ് ഫോർമുലേഷൻ ഓഫ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഇതിൽ പറയുന്നത് ഒരു ഓർഗനൈസേഷനിൽ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കോഴ്സ് ഓഫ് ആക്ഷൻ ചൂസ് ചെയ്യണം. ആ ചൂസ് ചെയ്യുന്ന അനലിറ്റിക്കൽ പ്രോസസ്സിനെയാണ് സ്ട്രാറ്റജിക് ഫോർമുലേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ചൂസ് ചെയ്യുന്ന ഒരു കോഴ്സ് ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത് ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവും വിഷനും അച്ചീവ് ചെയ്യാൻ സഹായിക്കണം. ഇറ്റ് ഈസ് എക്സാമിൻഡ് ത്രൂ ദി സോട്ട് അനാലിസിസ്. സോട്ട് അനാലിസിസുമായിട്ട് എന്ത് ചെയ്യുന്നു, അതുവഴിയാണ് സ്ട്രാറ്റജി ഫോർമുലേറ്റ് ചെയ്യുന്നത്. സോട്ട് മീൻസ് സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റി. സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് എന്താണ്, ഓർഗനൈസേഷന്റെ ഇന്റേണൽ എൻവയോൺമെന്റ് റിലേറ്റഡ് ആണ്. ഓപ്പർച്യൂണിറ്റിയും ത്രെഡും ഒരു ഓർഗനൈസേഷന്റെ എക്സ്റ്റേണൽ എൻവയോൺമെന്റ് റിലേറ്റഡ് ആണ്. സ്ട്രാറ്റജി ഫോർമുലേഷന് കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്, അവ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഫ്രെയിമിംഗ് ഓഫ് മിഷൻ സ്റ്റേറ്റ്മെന്റ്. എന്താണ് ഒരു ഓർഗനൈസേഷനിലെ മിഷൻ സ്റ്റേറ്റ്മെന്റ്. അതായത് മിഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് സ്റ്റേറ്റ് ദി ഫിലോസഫി ആൻഡ് പർപ്പസ് ഓഫ് ദി ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷന്റെ പർപ്പസ് എന്തെന്ന് പറയുന്നതാണ് എന്ന് പറയുന്നത് മിഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ആൻഡ് ഓൾമോസ്റ്റ് ഓൾ ബിസിനസ് ഫെയിംസ് മിഷൻ സ്റ്റേറ്റ്മെന്റ് ടു കീപ് ഇറ്റ്സ് ആക്ടിവിറ്റീസ് ഇൻ ദി റൈറ്റ് ഡയറക്ഷൻ. ഒരു ഓർഗനൈസേഷന് ഡിഫറെന്റ് ആക്ടിവിറ്റീസിന് റൈറ്റ് അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള ഡിറക്ഷനിലേക്ക് നയിക്കാൻ എന്ത് വേണം, ഒരു മിഷൻ വേണം എന്നാണ് പറയുന്നത്. അതിനെയാണ് ഫ്രെയിമിംഗ് ഓഫ് മിഷൻ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അനലൈസിങ് ദ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ എൻവയോൺമെന്റ്. അതിനെയാണ് എൻവയോൺമെന്റൽ സ്കാനിംഗ് എന്ന് പറയുന്നത്. എൻവയോൺമെന്റൽ സ്കാനിംഗിൽ വരുന്നത് ഒരു ഓർഗനൈസേഷനിൽ രണ്ട് എൻവയോൺമെന്റ് ഉണ്ട്, ഇന്റേണൽ എൻവയോൺമെന്റ് ഉണ്ട്, എക്സ്റ്റേണൽ എൻവയോൺമെന്റ് ഉണ്ട്. ഇന്റേണൽ എൻവയോൺമെന്റ് എന്ന് പറയുന്നത് വിത്തിൻ ദി ഓർഗനൈസേഷൻ ആണ്, അല്ലെന്നുണ്ടെങ്കിൽ കമ്പനി സ്പെസിഫിക് ഫാക്ടേഴ്സ് ആണ്. അതാണ് ഇന്റേണൽ എൻവയോൺമെന്റ് വരുന്നത്. വർക്കേഴ്സ്, ഓണേഴ്സ്, മെഷീൻസ്, മെറ്റീരിയൽസ്, ഇതൊക്കെ ഇന്റേണൽ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സിന് എക്സാമ്പിൾ ആണ്. എക്സ്റ്റേണൽ എൻവയോൺമെന്റിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു, മൈക്രോ കമ്പോണന്റ് എന്നും മാക്രോ കമ്പോണന്റ് എന്നും. മൈക്രോയിൽ വരുന്നത് ഇത് കമ്പനി സ്പെസിഫിക് ഫാക്ടേഴ്സ് ആണ്, പക്ഷേ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആണ്. പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂട്ടിംഗ്, പ്രൊമോട്ടിംഗ്, ഇതുമായിട്ട് ബന്ധപ്പെടുന്ന എല്ലാം ഏതിൽ വരും, എല്ലാ ഫാക്ടേഴ്സും മൈക്രോ ഫാക്ടേഴ്സിൽ വരും. മാക്രോ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് എന്താണ്, ഇത് എക്സ്റ്റേണൽ ഫാക്ടർ ആണ്. ഇതിൽ വരുന്നത് ഡെമോഗ്രാഫിക് ഫാക്ടേഴ്സ്, സോഷ്യൽ ഫാക്ടേഴ്സ്, പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ്, ലീഗൽ ഫാക്ടേഴ്സ്, ടെക്നോളജിക്കൽ ഫാക്ടേഴ്സ്, എക്കണോമിക് ഫാക്ടേഴ്സ് തുടങ്ങിയവയൊക്കെയാണ് ഇതിൽ വരുന്നത്. അപ്പം ഈ ഓരോ ഫാക്ടേഴ്സിനെ എന്ത് ചെയ്യണം, അനലൈസ് ചെയ്യണം. അതിനെയാണ് എൻവയോൺമെന്റൽ സ്കാനിംഗ് എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് അനലൈസ് ചെയ്യുന്നത്, ഇന്റേണൽ ഫാക്ടേഴ്സിനെ അനലൈസ് ചെയ്തിട്ട് കമ്പനിയുടെ സ്ട്രെങ്തും വീക്ക്നെസ്സും എന്ത് ചെയ്യണം, ഐഡന്റിഫൈ ചെയ്യണം. അതുപോലെ തന്നെ എക്സ്റ്റേണൽ ഫാക്ടേഴ്സിനെ എന്ത് ചെയ്യണം, അനലൈസ് ചെയ്തിട്ട് കോമ്പറ്റീറ്റീവ്സിന്റെ ആക്ഷൻസും അതുവഴി എന്താണ് നമ്മുടെ ഓപ്പർച്യൂണിറ്റിയും ത്രെഡും എന്താണെന്ന് എന്ത് ചെയ്യണം, ഒരു ഓർഗനൈസേഷൻ ഐഡന്റിഫൈ ചെയ്യണം. അതാണ് സോട്ട് അനാലിസിസിൽ പറയുന്നത്. നെക്സ്റ്റ് സ്റ്റെപ്പ് ആണ് സെറ്റിംഗ് ഓഫ് ഒബ്ജക്റ്റീവ്സ്. സെറ്റിംഗ് ഓഫ് ഒബ്ജക്റ്റീവിൽ പറയുന്ന ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷന്റെ കീ ഫാക്ടേഴ്സ് ആയിട്ടുള്ള കീ ഏരിയാസ് ആയിട്ടുള്ള മാർക്കറ്റിംഗ്, ഫിനാൻസ്, പ്രൊഡക്ഷൻ, ഹ്യൂമൻ റിസോഴ്സസ് ഇവയൊക്കെ കൺസിഡർ ചെയ്തിട്ട് വേണം ഒബ്ജക്റ്റീവ് എന്ത് ചെയ്ത് ഫ്രെയിം ചെയ്യേണ്ടത്. ആ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്ന റിയലിസ്റ്റിക് ആയിരിക്കണം, സ്പെസിഫിക് ആയിരിക്കണം, ടൈം ബേസ് ചെയ്ത് അല്ലെങ്കിൽ മെഷറബിൾ ഫോർമാറ്റിലൊക്കെ സെറ്റ് ചെയ്യണം. നെക്സ്റ്റ് എന്ന് പറയുന്ന പെർഫോമൻസ് കമ്പാരിസൺ. പ്രസന്റ് പെർഫോമൻസിന് ഡിസൈർഡ് ഫ്യൂച്ചർ പെർഫോമൻസുമായിട്ട് എന്ത് ചെയ്ത് കമ്പയർ ചെയ്തിട്ട് ഗ്യാപ്പ് എന്ത് ചെയ്യണം, ഐഡന്റിഫൈ ചെയ്യണം. ഗ്യാപ്പ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ആ ഒരു ഗ്യാപ്പ് ബ്രിഡ്ജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്, സ്ട്രാറ്റജിക് മെഷേഴ്സ് ഉപയോഗിക്കുന്നത്. ലാസ്റ്റ് വൺ, ഓൾട്ടർനേറ്റീവ് സ്ട്രാറ്റജീസ്. ആഫ്റ്റർ മേക്കിംഗ് സോട്ട് അനാലിസിസ് ആൻഡ് ഗ്യാപ്പ് അനാലിസിസ്, മാനേജ്മെന്റ് നീഡ് ടു പ്രിപ്പയർ അല്ലെങ്കിൽ ഫ്രെയിം ഓൾട്ടർനേറ്റീവ് സ്ട്രാറ്റജീസ് ടു അക്കംപ്ലിഷ് ദി ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ്സ്. സ്ട്രാറ്റജിക് ഫോർമുലേഷന് നെക്സ്റ്റ് സ്റ്റെപ്പ് ആണ് ഇവാലുവേഷൻ ഓഫ് സ്ട്രാറ്റജീസ്. സ്ട്രാറ്റജി സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യണം, അത് ഇവാലുവേറ്റ് ചെയ്യണം. ഇവാലുവേറ്റ് ചെയ്യുന്നത്
മാർക്കറ്റ് ഷെയറിന്റെ ബേസിസിൽ അല്ലെങ്കിൽ സെയിലിന്റെ ബേസിസിൽ പ്രോഫിറ്റിന്റെ ഗുഡ്വില്ലിന്റെ കോസ്റ്റിന്റെ ബേസിസിലൊക്കെ എന്ത് ചെയ്യണം സ്ട്രാറ്റജീസിനെ ഇവാലുവേറ്റ് ചെയ്യണം. അത് കഴിഞ്ഞ് എന്ത് ചെയ്യണം ചോയ്സ് ഓഫ് സ്ട്രാറ്റജി എന്ത് ചെയ്യണം സെലക്ട് ചെയ്യണം. ആ സെലക്ട് ചെയ്യുന്ന എന്തിന്റെ ബേസിസിലായിരിക്കും കോസ്റ്റ് ആൻഡ് ബെനിഫിറ്റ് അനാലിസിസിന്റെ ബേസിസിൽ സ്ട്രാറ്റജി എന്ത് ചെയ്യണം ചൂസ് ചെയ്യണം. അപ്പൊ ഇത്രയുമാണ് സ്ട്രാറ്റജിക് ഫോർമുലേഷനിൽ വരുന്ന ഡിഫറെന്റ് സ്റ്റേജസ്. സ്ട്രാറ്റജിക് മാനേജ്മെന്റ് പ്രോസസ്സിൽ വരുന്ന രണ്ട് സ്റ്റെപ്സ് നമ്മൾ പറഞ്ഞു. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എസ്റ്റാബ്ലിഷിംഗ് സ്ട്രാറ്റജിക് ഇൻറ്റന്റ്. സ്ട്രാറ്റജിക് ഇൻറ്റന്റിലാണ് മിഷൻ വിഷൻ ഒബ്ജക്റ്റീവ്സ് ഒക്കെ വരുന്നത്. അത് കഴിഞ്ഞിട്ട് ഫോർമുലേഷൻ ഓഫ് സ്ട്രാറ്റജി ഫോർമുലേറ്റ് ചെയ്യണം. സ്ട്രാറ്റജി ഫോർമുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സോട്ട് അനാലിസിസ് ഒക്കെ കണ്ടക്ട് ചെയ്യണം. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സ്ട്രാറ്റജിക് ഇംപ്ലിമെന്റേഷൻ ആണ്. സ്ട്രാറ്റജിക് ഇംപ്ലിമെന്റേഷൻ എന്ന് പറയുന്നത് എന്താണ് സെലക്ട് ചെയ്ത സ്ട്രാറ്റജി എന്ത് ചെയ്യണം പുട്ട് ഇൻ ടു ആക്ഷൻ. അത് 6 സബ് പ്രോസസ് ആയിട്ടായിരിക്കണം എന്ത് ചെയ്യേണ്ടത് കണ്ടക്ട് ചെയ്യേണ്ടത്. അതിന് പ്രോജക്റ്റ് അല്ലെങ്കിൽ പ്രൊസീജിയർ, റിസോഴ്സ് അലോക്കേഷൻ, സ്ട്രക്ചറൽ, ബിഹേവിയറൽ ആൻഡ് ഫങ്ഷണൽ ഇംപ്ലിമെന്റേഷൻ ഈ ഒരു രീതിയിലൊക്കെ വേണം എന്ത് ചെയ്യേണ്ടത് ഒരു പർട്ടിക്കുലർ സ്ട്രാറ്റജി എന്ത് ചെയ്യേണ്ടത് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത്. ഫോർ എനി സ്ട്രാറ്റജി ഇംപ്ലിമെന്റേഷൻ there are 5 major steps. First one formulation plans, identification of activity, next grouping of activity, organizing resources and allocation of resources. ഫസ്റ്റ് ഒരു പ്ലാൻ വേണം. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം ഡിഫറെന്റ് ആക്ടിവിറ്റീസിനെ ഐഡന്റിഫൈ ചെയ്യണം. ആ ആക്ടിവിറ്റീസിനെ ഗ്രൂപ്പ് ചെയ്യണം. റിസോഴ്സസിനെ എന്ത് ചെയ്യണം ഓർഗനൈസ് ചെയ്യണം. അതിനുശേഷം എന്ത് ചെയ്യണം റിസോഴ്സസിനെ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കണം. ഇത്രയുമാണ് സ്ട്രാറ്റജിക് ഇംപ്ലിമെന്റേഷനിൽ വരുന്ന ഡിഫറെന്റ് സ്റ്റെപ്സ്. സ്ട്രാറ്റജിക് മാനേജ്മെന്റ് പ്രോസസ്സിലെ ലാസ്റ്റ് സ്റ്റെപ്പാണ് സ്ട്രാറ്റജിക് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. സ്ട്രാറ്റജിക് ഇംപ്ലിമെന്റ് ചെയ്തതിന് ശേഷമാണ് ഇവാലുവേഷൻ വരുന്നത്. അതായത് ഇംപ്ലിമെന്റ് ചെയ്ത സ്ട്രാറ്റജി ബേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ഓർഗനൈസേഷന്റെ പെർഫോമൻസ് എന്ത് ചെയ്യുന്നു മെഷർ ചെയ്യുന്നു. അതായത് ഒരു ഫീഡ്ബാക്ക് ഫ്രം സ്ട്രാറ്റജിക് ഇവാലുവേഷൻ അതാണ് ഒരു സ്ട്രാറ്റജിക് കൺട്രോൾ എന്ന് പറയുന്നത്. സ്ട്രാറ്റജിക് കൺട്രോളിൽ വരുന്ന സ്റ്റെപ്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് എന്ത് ചെയ്യണം സെറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം സ്ട്രാറ്റജിക് പെർഫോമൻസ് എന്ത് ചെയ്യണം മെഷർ ചെയ്യണം. പിന്നെ ആക്ച്വൽ പെർഫോമൻസിന് ടാർഗറ്റുമായിട്ട് കമ്പയർ ചെയ്യണം. എന്തെങ്കിലും ഡീവിയേഷൻ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം കറക്റ്റീവ് മെഷേഴ്സ് അല്ലെങ്കിൽ കൺട്രോളിംഗ് ടെക്നിക്സ് എന്ത് ചെയ്യണം യൂസ് ചെയ്യണം. ഇതാണ് സ്ട്രാറ്റജിക് ഇവാലുവേഷൻ അല്ലെങ്കിൽ സ്ട്രാറ്റജിക് കൺട്രോളിംഗ് ഒക്കെ പറയുന്നത്. ഈ ഡയഗ്രാമിൽ കാണിച്ചിരിക്കുന്നത് ഡിഫറെന്റ് സ്റ്റേജസ് അല്ലെങ്കിൽ ഡിഫറെന്റ് സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ ദി സ്ട്രാറ്റജിക് മാനേജ്മെന്റ് പ്രോസസ് ആണ്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ സ്ട്രാറ്റജിക് ഇൻറ്റന്റ്. സ്ട്രാറ്റജിക് ഇൻറ്റന്റിൽ വരുന്നത് വിഷൻ മിഷൻ ഒബ്ജക്റ്റീവ്സ് ആണ്. നെക്സ്റ്റ് സ്ട്രാറ്റജിക് ഫോർമുലേഷൻ. സ്ട്രാറ്റജി ഫോർമുലേറ്റ് ചെയ്തേണ്ടത് സ്ട്രാറ്റജിക് പ്ലാനിങ്ങിന്റെ ബേസിസിലാണ്. അതിൽ വരുന്നതാണ് സോട്ട് അനാലിസിസ് അല്ലെങ്കിൽ കോർപ്പറേറ്റ് ലെവൽ സ്ട്രാറ്റജീസ്, ബിസിനസ് ലെവൽ സ്ട്രാറ്റജി ആൻഡ് സ്ട്രാറ്റജിക് പ്ലാൻസ്. നെക്സ്റ്റ് സ്ട്രാറ്റജി ഇംപ്ലിമെന്റ് ചെയ്യണം. ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത് പ്രോജക്റ്റ് ആയിട്ടോ പ്രൊസീജിയർ ബേസിസിലോ റിസോഴ്സസ് അലോക്കേഷൻ അല്ലെങ്കിൽ സ്ട്രക്ചറൽ ബിഹേവിയറൽ ബേസിസിലൊക്കെ എന്ത് ചെയ്യും സ്ട്രാറ്റജി ഇംപ്ലിമെന്റ് ചെയ്യുന്നു. ഇംപ്ലിമെന്റ് ചെയ്ത സ്ട്രാറ്റജി എന്ത് ചെയ്യുന്നു അനലൈസ് ചെയ്യുന്നു അല്ലെങ്കിൽ ഇവാലുവേറ്റ് ചെയ്യുന്നു അസസ് ചെയ്യുന്നു. അതിന്റെ ബേസിസിൽ എന്ത് ചെയ്യുന്നു സ്ട്രാറ്റജിക് കൺട്രോളിംഗ് എന്ത് ചെയ്യുന്നു കണ്ടക്ട് ചെയ്യുന്നു. അങ്ങനെ വരുന്ന ഒരു കണ്ടിന്യൂസ് പ്രോസസ്സിനെയാണ് എന്തെന്ന് പറയുന്നത് സ്ട്രാറ്റജിക് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എൻവയോൺമെന്റൽ സ്കാനിങ്. സ്ട്രാറ്റജിക് മാനേജ്മെന്റിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടേം ആണ് എൻവയോൺമെന്റൽ സ്കാനിങ് എന്ന് പറയുന്നത്. സ്ട്രാറ്റജിക് ഫോർമുലേഷൻ അല്ലെങ്കിൽ സ്ട്രാറ്റജിക് പ്ലാനിങ്ങിൽ എന്ത് ചെയ്തിരിക്കണം ഒരു സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യുന്നതിന് ഫോർമുലേറ്റ് ചെയ്യുന്നതിന് മുൻപ് എൻവയോൺമെന്റൽ സ്കാനിങ് അല്ലെങ്കിൽ എൻവയോൺമെന്റ് എന്ത് ചെയ്യണം അനലൈസ് ചെയ്തിരിക്കണം. എൻവയോൺമെന്റ് എന്ന് പറയുന്നത് രണ്ട് തരത്തിലുണ്ട്. എക്സ്റ്റേണൽ എൻവയോൺമെന്റ് ഉണ്ട്, ഇന്റേണൽ എൻവയോൺമെന്റ് ഉണ്ട്. ഇന്റേണൽ എൻവയോൺമെന്റ് എന്ന് പറയുന്നത് കമ്പനി സ്പെസിഫിക് ഫാക്ടേഴ്സ് ആണ് വരുന്നത്. അതിന് എക്സാമ്പിൾ ആയിട്ട് ഏതൊക്കെ പറയാം ഓണേഴ്സ് പറയാം, വർക്കേഴ്സ് പറയാം, മെഷീനറീസ് പറയാം, മെറ്റീരിയൽസ് പറയാം. എക്സ്റ്റേണൽ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. മൈക്രോ ഫാക്ടേഴ്സ് എന്നും മാക്രോ ഫാക്ടേഴ്സ് എന്നും. മൈക്രോ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് കമ്പനി സ്പെസിഫിക് ഫാക്ടേഴ്സ് ആണ്, പക്ഷേ ഔട്ട്സൈഡ് ദി ഓർഗനൈസേഷൻ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ടു ദി കമ്പനി ആണ്. അതിൽ വരുന്നത് സപ്ലൈസ് വരാം, മാർക്കറ്റ് ഇന്റർമീഡിയറീസ് വരാം, പാർട്ട്നേഴ്സ് വരാം, കസ്റ്റമേഴ്സ് വരാം, കോമ്പറ്റീറ്റേഴ്സ് വരാം, പബ്ലിക് വരാം. നെക്സ്റ്റ് എന്ന് പറയുന്നത് മാക്രോ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ആണ്. അതിൽ വരുന്നത് ഡെമോഗ്രാഫിക് ഫാക്ടേഴ്സ് വരാം, പൊളിറ്റിക്കൽ ലീഗൽ ഫാക്ടേഴ്സ്, എക്കണോമിക് ഫാക്ടേഴ്സ്, സോഷ്യൽ ഫാക്ടേഴ്സ് തുടങ്ങിയ ഫാക്ടേഴ്സ് ആണ് എക്സ്റ്റേണൽ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സിൽ വരുന്നത്. ഈ ഫാക്ടേഴ്സിനെ എന്ത് ചെയ്തിരിക്കണം ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്തിരിക്കണം. അതിനെയാണ് എന്തെന്ന് പറയുന്നത് എൻവയോൺമെന്റൽ സ്കാനിംഗ് എന്ന് പറയുന്നത്. ഇന്റേണൽ എൻവയോൺമെന്റ് ഫാക്ടേഴ്സിനെ അനലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു കമ്പനിയുടെ സ്ട്രെങ്ത് അല്ലെങ്കിൽ കമ്പനിയുടെ വീക്ക്നെസ് ആയിട്ടുള്ള ഏരിയാസ് ഏതൊക്കെയെന്ന് ഐഡന്റിഫൈ ചെയ്യാനാണ്. അപ്പോൾ സ്ട്രെങ്ത്തിനെ എന്ത് ചെയ്യണം കണ്ടിന്യൂ ചെയ്യണം അല്ലെങ്കിൽ അതിന് ഇംപ്രൂവ് ചെയ്യണം. വീക്ക്നെസ്സിനെ എന്ത് ചെയ്യണം റെഡ്യൂസ് ചെയ്യണം. എക്സ്റ്റേണൽ ഫാക്ടേഴ്സിനെ എന്തിനാണ് അനലൈസ് ചെയ്യുന്നത്? ആ എക്സ്റ്റേണൽ ഫാക്ടേഴ്സിനെ അനലൈസ് ചെയ്തിട്ട് കമ്പനിയുടെ ഓപ്പർച്യൂണിറ്റിയും ത്രെഡ്സിനെയും മനസ്സിലാക്കണം. എന്തിന്റെ ബേസിസിൽ? കോമ്പറ്റീറ്റേഴ്സിന്റെ സ്ട്രാറ്റജിയുടെ ബേസിസിൽ. ഇതിനാണ് എൻവയോൺമെന്റൽ സ്കാനിംഗ് എന്ന് പറയുന്നത്. എൻവയോൺമെന്റൽ സ്കാനിങ്ങിന് വേണ്ടിയിട്ട് ഒരുപാട് ടെക്നിക്സ് യൂസ് ചെയ്യുന്നുണ്ട്. അവ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം.
ഫസ്റ്റ് ടെക്നിക്കാണ് ETOP അല്ലെങ്കിൽ എൻവയോൺമെന്റൽ ത്രെഡ്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് പ്രൊഫൈൽ എന്ന് പറയുന്നത്. ഒരു ഓർഗനൈസേഷന്റെ എക്സ്റ്റേണൽ എൻവയോൺമെന്റ് ബേസ് ചെയ്തിട്ട് ആ ഓർഗനൈസേഷന്റെ ത്രെഡ്സും ഓപ്പർച്യൂണിറ്റീസും ബേസ് ചെയ്തിരിക്കണം ഒരു പ്രൊഫൈൽ എന്ത് ചെയ്യണം, പ്രിപ്പയർ ചെയ്തിരിക്കണം. ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ എൻവയോൺമെന്റ് അല്ലെങ്കിൽ എക്സ്റ്റേണൽ എൻവയോൺമെന്റ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് എന്താണ്, കോംപ്ലക്സ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു സ്ട്രാറ്റജിക് മാനേജർ എന്ത് ചെയ്യണം, അതിനെ ക്ലാസിഫൈ ചെയ്യുക അല്ലെങ്കിൽ കാറ്റഗറൈസ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടാസ്ക് ആണ്. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ഒരു മെട്രിക്സ് ഓഫ് കമ്പാരിസൺ എന്ത് ചെയ്യണം, ഡ്രോൺ ചെയ്യണം. where one item or factors is compared with other items. ഒന്നോ രണ്ടോ ഫാക്ടേഴ്സ് ഐഡന്റിഫൈ ചെയ്തിട്ട് അതിനെ എന്ത് ചെയ്യണം, കമ്പയർ ചെയ്യണം. കമ്പയർ ചെയ്തിട്ട് സ്കോർസ് അലോക്കേറ്റ് ചെയ്ത് അതിന്റെ ബേസിസിൽ വെയ്റ്റഡ് സ്കോർസ് കമ്പ്യൂട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യണം, റാങ്ക് ചെയ്യണം. അത് ബേസ് ചെയ്ത് ആ റാങ്ക് ബേസ് ചെയ്ത് എന്ത് ചെയ്യുക, ഓരോ ഫാക്ടേഴ്സിനെ പ്രയോറിറ്റൈസ് ചെയ്യാൻ പറ്റും. ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് ഓപ്പർച്യൂണിറ്റീസ്, ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് ത്രെഡ്സ്. ആ ഒരു ടെക്നിക്കിനാണ് എന്തെന്ന് പറയുന്നത് എൻവയോൺമെന്റൽ ത്രെഡ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് പ്രൊഫൈൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ സ്ട്രാറ്റജിക് അഡ്വാൻറ്റേജ് പ്രൊഫൈൽ ആണ്, SAP എന്ന് പറയും. ഇതെന്ന് പറയുന്ന ഒരു സമ്മറി സ്റ്റേറ്റ്മെന്റ് ആണ്. ഈ സമ്മറി സ്റ്റേറ്റ്മെന്റിൽ എന്താണ് കൊടുക്കുന്നത്, കീ ഏരിയാസിന്റെ, അതായത് ഒരു ഓർഗനൈസേഷന്റെ ഫ്യൂച്ചറിനെ അഫക്ട് ചെയ്യാൻ ചാൻസ് ഉള്ള കീ ഏരിയാസിന്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും സ്റ്റേറ്റ് ചെയ്യുന്ന ഒരു സമ്മറി സ്റ്റേറ്റ്മെന്റിനെയാണ് സ്ട്രാറ്റജിക് അഡ്വാൻറ്റേജ് പ്രൊഫൈൽ എന്ന് പറയുന്നത്. It's a tool for making a systematic evaluation of strategic advantage factors which are significant for the company in its environment. ആ കമ്പനിയുടെ എന്താണ് ഡിഫറെന്റ് ഫാക്ടേഴ്സിന്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും എന്ത് ചെയ്യുന്നുണ്ട്, ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്. ആ ഇവാലുവേറ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്താണ്, കമ്പനി എൻവയോൺമെന്റിൽ വരുന്ന ഫാക്ടേഴ്സ് ആയിരിക്കും. അത് കമ്പനിക്ക് എന്തായിരിക്കും, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആയിരിക്കും. The preparation of such a profile presuppose detailed analysis and diagnosis of the factors in each of the functional areas. ഈ പറയുന്ന ഡിഫറെന്റ് ഫങ്ഷണൽ ഏരിയാസ്, അത് മാർക്കറ്റിംഗ്, പ്രൊഡക്ഷൻ, ഫിനാൻസ്, അക്കൗണ്ടിംഗ്, പേഴ്സണൽ ആൻഡ് ഹ്യൂമൻ റിസോഴ്സസ്, ഈ തുടങ്ങിയ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഈ ഏരിയാസുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സിനെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ആ സമ്മറി സ്റ്റേറ്റ്മെന്റിൽ എന്ത് ചെയ്യുന്നത്, കാണിക്കുന്നത്. ഇതിനെയാണ് SAP അല്ലെങ്കിൽ സ്ട്രാറ്റജിക് അഡ്വാൻറ്റേജ് പ്രൊഫൈൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ പെസ്റ്റൽ അനാലിസിസ്. ഒരു ഓർഗനൈസേഷന് മാക്രോ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സിന്, മാക്രോ എക്സ്റ്റേണൽ എൻവയോൺമെന്റ് ഫാക്ടേഴ്സിന് അനലൈസ് ചെയ്യുന്ന ഒരു ടെക്നിക്കിനാണെന്ന് പറയുന്നത് പെസ്റ്റൽ അനാലിസിസ് എന്ന് പറയുന്നത്. ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ എക്കണോമിക്, സോഷ്യൽ, ടെക്നോളജിക്കൽ, എൻവയോൺമെന്റൽ ആൻഡ് ലീഗൽ ഫാക്ടേഴ്സ്. ഡയഗ്രാമിൽ തന്നിരിക്കുന്ന പോലെ ഡിഫറെന്റ് ഫാക്ടേഴ്സിനെ എന്ത് ചെയ്യുന്നു, ഐഡന്റിഫൈ ചെയ്യുന്നു. ആ ഒരു അനാലിസിസിനാണ് എന്തെന്ന് പറയുന്നത് പെസ്റ്റൽ അനാലിസിസ് എന്ന് പറയുന്നത്. അത് ബേസ് ചെയ്ത് എന്ത് ചെയ്യുന്നു, സ്ട്രാറ്റജീസ് എന്ത് ചെയ്യാം, ഫോർമുലേറ്റ് ചെയ്യാൻ സാധിക്കും. പൊളിറ്റിക്കൽ എൻവയോൺമെന്റ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്, ഗവൺമെന്റ് ഫാക്ടേഴ്സ് ആവാം, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി ആവാം, കറപ്ഷൻ, ഫോറിൻ ട്രേഡ് പോളിസി, ടാക്സ് പോളിറ്റി, ലേബർ ലോ, ട്രേഡ് റെസ്ട്രിക്ഷൻസ്, ഇതെല്ലാം പൊളിറ്റിക്കൽ ഫാക്ടേഴ്സുമായിട്ട് ബന്ധപ്പെടുന്നു. എക്കണോമിക് ഫാക്ടേഴ്സ് എന്ന് പറയുന്ന ഗ്രോത്ത്, എക്സ്ചേഞ്ച് റേറ്റ്, ഇൻട്രസ്റ്റ് റേറ്റ്സ്, ഇൻഫ്ലേഷൻ റേറ്റ്സ്, ഡിസ്പോസബിൾ ഇൻകം, അൺഎംപ്ലോയ്മെന്റ് റേറ്റ്സ്, അതൊക്കെ എക്കണോമിക് ഫാക്ടേഴ്സിൽ വരുന്നു. സോഷ്യൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് പോപ്പുലേഷൻ, ഗ്രോത്ത് റേറ്റ്, ഏജ്, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് കരിയർ, ആറ്റിറ്റ്യൂഡ്സ്, സേഫ്റ്റി, ഹെൽത്ത് കോൺഷ്യസ്നസ്, ലൈഫ് സ്റ്റൈൽ ആറ്റിറ്റ്യൂഡ്, കൾച്ചറൽ ബാരിയേഴ്സ്. T എന്ന് പറയുന്ന ടെക്നോളജിക്കൽ ഫാക്ടേഴ്സ് ആണ്. അതിൽ ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള ലെവൽ ഓഫ് ഇന്നോവേഷൻ അല്ലെങ്കിൽ ടെക്നോളജിക്കൽ ഇൻസെന്റീവ്സ്, ഓട്ടോമേഷൻ, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസ് ഇൻ ടെക്നോളജിക്കൽ ചേഞ്ചസ്, ടെക്നോളജി അവയർനെസ്, ഇതെല്ലാം ടെക്നോളജിക്കൽ ഫാക്ടേഴ്സ് ആണ്. എൻവയോൺമെന്റൽ ഫാക്ടേഴ്സിൽ വരുന്നത് വെതർ, ക്ലൈമറ്റ്സ്, എൻവയോൺമെന്റൽ പോളിസീസ് തുടങ്ങിയ ഫാക്ടേഴ്സ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ലീഗൽ ഫാക്ടേഴ്സ് ആണ്. ലീഗൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഡിഫറെന്റ് ലോസസ് റിലേറ്റഡ് വിത്ത് ദി ഓർഗനൈസേഷൻ, അത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ലോ ആവാം, അല്ലെങ്കിൽ കോപ്പിറൈറ്റ്, പേറ്റന്റ് ലോ ആവാം, ഡിസ്ക്രിമിനേഷൻ ലോസ് ആവാം, ആന്റി ട്രസ്റ്റ് ലോസ് ആവാം, എംപ്ലോയ്മെന്റ് ലോസ് ആവാം. ഈ തുടങ്ങിയ ലോസ് എല്ലാം വരുന്നതാണ് ലീഗൽ ഫാക്ടേഴ്സിൽ ലീഗൽ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഓരോ ഫാക്ടേഴ്സിനെയും അനലൈസ് ചെയ്തിട്ട് സ്ട്രാറ്റജി ഫോർമുലേറ്റ് ചെയ്യുകയാണ് ഏതിൽ ചെയ്യുന്നത്, പെസ്റ്റൽ അനാലിസിസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഓരോ ഫാക്ടേഴ്സ് തന്നിട്ട് ഇത് ഏത് എൻവയോൺമെന്റിൽ വരുന്ന ഫാക്ടർ ആണെന്ന് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചോദിക്കാം. അപ്പൊ ഈ ഓരോ ഫാക്ടേഴ്സ് എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നത് നിങ്ങൾ ഈ ഡയഗ്രാമിന്റെ ബേസിസിൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മനസ്സിലാക്കാൻ സാധിക്കും. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റി ആൻഡ് ത്രെഡ് അനാലിസിസ് അല്ലെങ്കിൽ സോട്ട് അനാലിസിസ് എന്ന് പറയും. ഇതെന്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. ഒരു ഓർഗനൈസേഷന്റെ കോമ്പറ്റീറ്റീവ് പൊസിഷൻ ഇവാലുവേറ്റ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ
ഒരു ഓർഗനൈസേഷനിൽ സ്ട്രാറ്റജിക് പ്ലാനിങ്ങിന് വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്, സോട്ട് അനാലിസിസ് ഉപയോഗിക്കുന്നത്. ഇതെന്ത് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷന് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സിനെ അല്ലെങ്കിൽ കറണ്ട് പൊസിഷനെയും ഫ്യൂച്ചർ പൊട്ടൻഷ്യലിനെയും എന്ത് ചെയ്യുന്നുണ്ട്, അനലൈസ് ചെയ്യുന്നുണ്ട്. ഒരു ഓർഗനൈസേഷൻ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് എന്താണ്, ഫേവറബിൾ സിറ്റുവേഷൻ ആണ്. ഓർഗനൈസേഷൻ ഉണ്ടാകുന്ന ഫേവറബിൾ സിറ്റുവേഷൻ എന്ത് ബേസ് ചെയ്തിട്ട്, എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ബേസ് ചെയ്തിട്ട് ഒരു ഓർഗനൈസേഷൻ ഉണ്ടാകുന്ന ഫേവറബിൾ സിറ്റുവേഷനെയാണ് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത്. അതായത് എന്താണ്, ഡിഫറെന്റ് മാർക്കറ്റ് സെഗ്മെന്റ്സിന്റെ ഐഡന്റിഫിക്കേഷൻ വരാം, അല്ലെങ്കിൽ ചേഞ്ച് ഇൻ കോമ്പറ്റീറ്റീവ് ആൻഡ് റെഗുലേറ്ററി സർക്കംസ്റ്റൻസസ്, ടെക്നോളജിക്കൽ ചേഞ്ചസ്. പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇതെന്ന് പറയുന്നത്, ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്. സോട്ട് അനാലിസിസിൽ വരുന്ന ത്രെഡ് എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷൻ എന്താണ്, ഒരു അൺഫേവറബിൾ സിറ്റുവേഷൻ എന്ത് ചെയ്യുന്നു, ക്രിയേറ്റ് ചെയ്യുന്നു. ഒരു എക്സ്റ്റേണൽ ഫാക്ടറിന്റെ ഇൻഫ്ലുവൻസ് കാരണം ഒരു ഓർഗനൈസേഷനിൽ ഉണ്ടാകുന്ന അൺഫേവറബിൾ സിറ്റുവേഷൻ ആണ് ത്രെഡ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു ഇൻഡസ്ട്രിയിലേക്ക് പുതിയതായിട്ട് ഒരു കോമ്പറ്റീറ്റർ വരുന്നു. ആ ഒരു കോമ്പറ്റീറ്റർ വരുമ്പം എക്സിസ്റ്റിംഗ് കമ്പനിയെ സംബന്ധിച്ച് എന്താണ്, അതൊരു ത്രെഡ് ആണ്. നെക്സ്റ്റ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഒരു റിസോഴ്സസ് ആവാം, സ്കിൽസ് ആവാം, അല്ലെങ്കിൽ അതെന്താണ്, അതെന്ന് പറയുന്നത് അഡ്വാൻറ്റേജ് ആണ്. ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് എന്താണ്, ഒരു അഡ്വാൻറ്റേജ് ആണ്. നെക്സ്റ്റ് പറയുന്നത് വീക്ക്നെസ് ആണ്. വീക്ക്നെസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ലിമിറ്റേഷൻ ഓഫ് ഡെഫിഷ്യൻസി ഇൻ റിസോഴ്സസ്, സ്കിൽസ് ആൻഡ് കേപ്പബിലിറ്റീസ് ദാറ്റ് സീരിയസ്ലി ഇംപെക്ട്സ് എഫക്റ്റീവ് പെർഫോമൻസ്. ഒരു ഓർഗനൈസേഷന്റെ എഫക്റ്റീവ് പെർഫോമൻസിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു ലിമിറ്റേഷൻ ആണെന്ന് പറയുന്നത് വീക്ക്നെസ് എന്ന് പറയുന്നത്. അപ്പം സ്ട്രെങ്ത്തും വീക്ക്നെസ്സും എപ്പോഴും ഒരു ഓർഗനൈസേഷന്റെ ഇന്റേണൽ ഫാക്ടേഴ്സ് ബേസ് ചെയ്തിരിക്കുന്നു. ത്രെഡ് ഓപ്പർച്യൂണിറ്റീസും എന്താണ്, എക്സ്റ്റേണൽ ഫാക്ടർ ബേസ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. നെക്സ്റ്റ് ടെക്നിക് എന്ന് പറയുന്ന കോമ്പറ്റീറ്റീവ് ഇന്റലിജൻസ് ആണ്. കോമ്പറ്റീറ്റീവ് ഇന്റലിജൻസ് എന്ന് പറയുന്നത് ഒരു സ്ട്രാറ്റജിക് പ്ലാനിങ്ങിന് വേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ് കോമ്പറ്റീറ്റീവ് ഇന്റലിജന്റ് എന്ന് പറയുന്നത്. ഇറ്റ്സ് എ റിസൾട്ട് ഓഫ് കമ്പനീസ് എഫേർട്ട് ടു ഗാദർ ആൻഡ് അനലൈസ് ഇൻഫർമേഷൻ അബൌട്ട് ഇറ്റ്സ് ഇൻഡസ്ട്രി, ബിസിനസ് എൻവയോൺമെന്റ്, കോമ്പറ്റീറ്റേഴ്സ് ആൻഡ് കോമ്പറ്റീറ്റീവ് പ്രോഡക്ട്സ് ആൻഡ് സർവീസസ്. അതായത് ഒരു സ്ട്രാറ്റജി ഫോർമുലേറ്റ് ചെയ്യുന്നതിന് മുമ്പ് എന്ത് ചെയ്തിരിക്കണം, ഒരു കമ്പനി അതിന്റെ കോമ്പറ്റീറ്റേഴ്സിനെ കുറിച്ച് പഠിക്കണം, ബിസിനസ് എൻവയോൺമെന്റിനെ അനലൈസ് ചെയ്തിരിക്കണം, കോമ്പറ്റീറ്റീവ് പ്രോഡക്ട്സ് സർവീസസിനെ ഐഡന്റിഫൈ ചെയ്തിരിക്കണം, അതുപോലെ തന്നെ ഇൻഡസ്ട്രിയെ കുറിച്ചുള്ള എന്താണ് ഓവറോൾ ഇൻഫർമേഷൻ എന്ത് ചെയ്തിരിക്കണം, ഗ്യാദർ ചെയ്ത് അനലൈസ് ചെയ്യണം. ആ ഒരു പ്രോസസ്സിന് അല്ലെങ്കിൽ ആ ഒരു ടെക്നിക്കിനെയാണ് എന്തെന്ന് പറയുന്നത്, കോമ്പറ്റീറ്റീവ് ഇന്റലിജൻസ് എന്ന് പറയുന്നത്. സ്ട്രാറ്റജിക് ഫോർമുലേഷനിൽ വരുന്ന നെക്സ്റ്റ് ടെക്നിക്കാണ് ടോസ് മെട്രിക്സ് എന്ന് പറയുന്നത്. It can be interpreted as a framework to assess, create, compare and finally decide upon the business strategies. Business strategies frame ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ഒരു പ്രിപ്പയർ ചെയ്യുന്ന ഒരു മെട്രിക്സിനെയാണ് എന്തെന്ന്, ഫ്രെയിംവർക്കിനെയാണ് എന്തെന്ന് പറയുന്നത്, ടോസ് മെട്രിക്സ് എന്ന് പറയുന്നത്. It is modified version of SWOT analysis and is an abbreviation that stands T for thread, O for opportunity, next weakness and strength. നെക്സ്റ്റ് ടെക്നിക് എന്ന് പറയുന്നത് കോർ കോമ്പീറ്റൻസി ആണ്. കോർ കോമ്പീറ്റൻസി എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു, കോർ കോമ്പീറ്റൻസി എന്ന് പറഞ്ഞ ടേം ഡെവലപ്പ് ചെയ്തത് ആരാണ്, CK പ്രഹ്ലാദ് ആണ്. ഇറ്റ് ഈസ് എ പർട്ടിക്കുലർ സ്കിൽ അല്ലെങ്കിൽ എന്താണ്, എക്സ്പീരിയൻസ് possessed by a company that make it different from the competitors. ഒരു ഓർഗനൈസേഷനെ അതിന്റെ കോമ്പറ്റീറ്റേഴ്സിൽ നിന്ന് ഡിഫറെന്റ് ആക്കുന്ന ഡിഫറെന്റ് സ്കിൽസിനെ അല്ലെങ്കിൽ എക്സ്പീരിയൻസിനെയാണ് എന്തെന്ന് പറയുന്നത്, കോർ കോമ്പീറ്റൻസി എന്നുള്ള ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. It is made up of a mix of different resources, skills and knowledge through which a company acquire a unique position in the market. സ്കില്ലിന്റെ ബേസിസിൽ അല്ലെങ്കിൽ നോളജിന്റെ ബേസിസിൽ, റിസോഴ്സസിന്റെ ബേസിസിൽ എന്താണ്, ഒരു ഓർഗനൈസേഷൻ ഒരു മാർക്കറ്റ് പ്ലേസിൽ യുണീക്ക് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ഓർഗനൈസേഷൻ എന്തുണ്ടെന്ന് പറയാം, ഒരു കോർ കോമ്പീറ്റൻസി ഉണ്ടെന്ന് പറയാം. നെക്സ്റ്റ് വൺ കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് ആണ്. കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഒരു കമ്പനീസിന് അതിന്റെ കോമ്പറ്റീറ്റേഴ്സിനെ അപേക്ഷിച്ച് മാർക്കറ്റ് മാർജിൻ കൂടുതലാണ്, അല്ലെങ്കിൽ നമ്പർ ഓഫ് സെയിൽസ് കൂടുതലാണ്. ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഒരു ഓർഗനൈസേഷന് കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് ഉണ്ടെന്ന് പറയാം. കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് ഈസ് സംതിങ് ദാറ്റ് ടേക്സ് കമ്പനി എഹെഡ് ഓഫ് ഇറ്റ്സ് കോമ്പറ്റീറ്റേഴ്സ്. കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് ഉള്ള ഒരു കമ്പനി എന്തായിരിക്കും, അതിന്റെ കോമ്പറ്റീറ്റേഴ്സിനെ അപേക്ഷിച്ച് എന്തായിരിക്കും, ഒരുപാട് മുന്നിലായിരിക്കും. അതുകൊണ്ട് തന്നെ കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് ഇസ് എ പർട്ടിക്കുലർ ഫീച്ചർ ഓർ ആസ്പെക്ട് ഓഫ് എ കമ്പനി ദാറ്റ് മേക്സ് ഇറ്റ് സ്റ്റാൻഡ് ഔട്ട് ഫ്രം ദി റെസ്റ്റ് ഓഫ് ദി കമ്പനീസ് ഇൻ ദി മാർക്കറ്റ്. മാർക്കറ്റിലെ മറ്റ് കമ്പനീസിനെ അപേക്ഷിച്ച് ഒരു കമ്പനി എന്താണ്, ഒരുപാട് മുന്നിലാണ് അല്ലെങ്കിൽ മുന്നിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ആ ഒരു കമ്പനിയുടെ ആ ഒരു ഫീച്ചറിനെയാണ് എന്തെന്ന് പറയുന്നത്, കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. കോർ കോമ്പീറ്റൻസി എന്ന് വെച്ചാൽ എന്താണ്,
It's a combination of skills, strength possessed by the company that offers its competitive advantages in the market. ഒരു ഓർഗനൈസേഷൻ ഉള്ള എന്താണ് കോമ്പിനേഷൻ ഓഫ് സ്കിൽസ് ആവാം, സ്ട്രെങ്ത് ആവാം, അതെന്ത് ചെയ്യുന്ന ആ ഓർഗനൈസേഷന് കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് കൊടുക്കുന്നുവെങ്കിൽ അതിനെയാണ് എന്തെന്ന് പറയുന്നത്, ആ ഒരു സിറ്റുവേഷനെയാണ് കോർ കോമ്പീറ്റൻസി എന്ന് പറയുന്നത്. അപ്പോൾ കോർ കോമ്പീറ്റൻസി എന്ന് പറയുന്നത് എന്താണ്, കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജസ് എന്ത് ചെയ്യുന്നു, ക്രിയേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് സഹായിക്കുന്ന ഒരു ഫാക്ടറാണ് എന്ന് പറയുന്നത് കോർ കോമ്പീറ്റൻസി എന്ന് പറയുന്നത്. കോർ കോമ്പീറ്റൻസി ഒരു ഓർഗനൈസേഷനിൽ അതിന്റെ കോമ്പറ്റീറ്റേഴ്സിനുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കമ്പയർ ചെയ്യുമ്പോൾ ആ ഒരു ഓർഗനൈസേഷനുള്ള സ്പെസിഫിക് സ്കിൽ ആവാം, റിസോഴ്സസ് ആവാം, നോളജ് ആവാം, അതാണ് കോർ കോമ്പീറ്റൻസി. ഒരു ഓർഗനൈസേഷനിൽ ഏതൊക്കെ പ്രോഡക്ട്സ് ആണ് ഡെവലപ്പ് ചെയ്യേണ്ടത്, ഏതൊക്കെ പ്രോഡക്ട്സ് ആണ് ഒഴിവാക്കേണ്ടത്, അതുപോലെ തന്നെ ഏതൊക്കെ പ്രോഡക്ട്സിന്റെ ബെറ്റർ ഡെവലപ്മെന്റ്സിന് വേണ്ടിയിട്ടാണ് സ്ട്രാറ്റജീസ് ഫോർമുലേറ്റ് ചെയ്യേണ്ടത്, ഈ തുടങ്ങിയ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം നൽകുന്ന ഒരു മെട്രിക്സ് ആണ് BCG മെട്രിക്സ് എന്ന് പറയുന്നത്. ബോസ്റ്റൺ കൺസൾട്ടിംഗ് ഗ്രൂപ്പ്സിന് വേണ്ടിയിട്ട് ബ്രൂസ് ഡി ഹാൻഡേഴ്സൺ 1970 BCG മെട്രിക്സ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഒരു ഓർഗനൈസേഷനിൽ പ്രോഡക്ട്സിനെ മാർക്കറ്റ് ഗ്രോത്തിന്റെയും മാർക്കറ്റ് ഷെയറിന്റെയും ബേസിസിൽ 4 ഡിവൈഡ് ചെയ്യുന്നു. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഡോഗിൽ പറയുന്നത് ഒരു പ്രോഡക്റ്റിനും മാർക്കറ്റ് ഗ്രോത്തും അതേപോലെ തന്നെ മാർക്കറ്റ് ഷെയറും ലോ ആണെന്നുണ്ടെങ്കിൽ അതിനെ ഡോഗ്സ് എന്ന് പറയും. ക്വസ്റ്റ്യൻ മാർക്ക് അല്ലെങ്കിൽ പ്രോബ്ലം ചൈൽഡ് എന്ന് പറയുന്നത് പ്രോഡക്ട്സിന് ഹൈ മാർക്കറ്റ് ഗ്രോത്ത് ആയിരിക്കും, പക്ഷേ മാർക്കറ്റ് ഷെയർ എന്തായിരിക്കും, ലോ ആയിരിക്കും. നെക്സ്റ്റ് സ്റ്റാറിൽ മാർക്കറ്റ് ഗ്രോത്തും മാർക്കറ്റ് ഷെയറും എന്തായിരിക്കും, ഹൈ ആയിരിക്കും. ക്യാഷ് കൗ എന്ന് പറയുന്നത് മാർക്കറ്റ് ഗ്രോത്ത് ലോവും മാർക്കറ്റ് ഷെയർ എന്തായിരിക്കും, ഹൈയും ആയിരിക്കും. BCG മെട്രിക്സിൽ പ്രോഡക്ട്സിനെ 4 കാറ്റഗറൈസ് ചെയ്യുന്നു. ഓൺ ദ ബേസിസ് ഓഫ് മാർക്കറ്റ് ഷെയർ ആൻഡ് ഓൺ ദ ബേസിസ് ഓഫ് മാർക്കറ്റ് ഗ്രോത്ത് റേറ്റ്. മാർക്കറ്റ് ഷെയർ എന്ന് പറയുന്നത് കോമ്പറ്റീറ്റേഴ്സിനെ അപേക്ഷിച്ച് കമ്പനിയുടെ പ്രോഡക്ട്സ് എത്ര ശതമാനം മാർക്കറ്റിലുണ്ട്. മാർക്കറ്റ് ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് പ്രോഡക്റ്റിന്റെ ഗ്രോത്ത് റേറ്റ് അല്ലെങ്കിൽ ഡിമാൻഡ് എത്രത്തോളം ഉണ്ട്. ഫസ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ക്യാഷ് കൗ ആണ്. ക്യാഷ് കൗവിൽ ഗ്രോത്ത് റേറ്റ് എന്താണ്, മാർക്കറ്റ് ഗ്രോത്ത് റേറ്റ് ലോ ആയിരിക്കും, മാർക്കറ്റ് ഷെയർ എന്തായിരിക്കും, ഹൈ ആയിരിക്കും. റവന്യൂ ജനറേറ്റ് ചെയ്യാൻ എന്താണ് ഈ പ്രോഡക്ട്സ് സഹായിക്കുന്നുണ്ട്, പക്ഷേ ഈ പ്രോഡക്ട്സിൽ കൂടുതലായിട്ട് ഇൻവെസ്റ്റ്മെന്റോ സ്ട്രാറ്റജിയുടെയോ ഒന്നും ആവശ്യമില്ല. നെക്സ്റ്റ് കാറ്റഗറീസ് ഓഫ് പ്രോഡക്ട്സ് ആണ് സ്റ്റാർ എന്ന് പറയുന്നത്. സ്റ്റാറിൽ എന്താണ്, ഗ്രോത്ത് റേറ്റും അതുപോലെ തന്നെ എന്താണ് മാർക്കറ്റ് ഷെയറും എന്തായിരിക്കും, ഹൈ ആയിരിക്കും. മാർക്കറ്റ് ഗ്രോത്തിനനുസരിച്ച് തന്നെ എന്ത് ചെയ്യും, മാർക്കറ്റ് ഷെയറും എന്ത് ചെയ്യും, വർദ്ധിക്കും. അതാണ് സ്റ്റാർ എന്ന പ്രോഡക്റ്റ് കാറ്റഗറിയിൽ പറയുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ മാർക്ക് ആണ്. ക്വസ്റ്റ്യൻ മാർക്കിൽ മാർക്കറ്റ് ഗ്രോത്ത് റേറ്റ് ഹൈയും മാർക്കറ്റ് ഷെയർ എന്താണ്, ലോയുമാണ്. അപ്പം ഈ കാറ്റഗറീസ് ഓഫ് പ്രോഡക്ട്സിലാണ് എന്ത് ചെയ്യേണ്ടത്, സ്ട്രാറ്റജിക് മാനേജേഴ്സ് കൂടുതലായിട്ട് ഇൻവെസ്റ്റ്മെന്റ്സും സ്ട്രാറ്റജീസും ഒക്കെ ഡെവലപ്പ് ചെയ്ത് ഇതിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണ് കൂട്ടേണ്ടത്. അതായത് മാർക്കറ്റ് ഗ്രോത്തിനനുസരിച്ച് എന്താണ്, മാർക്കറ്റ് ഷെയറും എന്ത് ചെയ്യണം, കൂട്ടണം. ക്വസ്റ്റ്യൻ മാർക്കിലാണ് കൂടുതലായിട്ട് എന്ത് ചെയ്യേണ്ടത്, ആ ഒരു കാറ്റഗറീസ് ഓഫ് പ്രോഡക്ട്സിന് വേണ്ടിയിട്ടാണ് സ്ട്രാറ്റജീസ് കൂടുതലായിട്ട് ഡെവലപ്പ് ചെയ്യേണ്ടത്. അങ്ങനെ ക്വസ്റ്റ്യൻ മാർക്ക് കാറ്റഗറീസ് ഓഫ് പ്രോഡക്ട്സിൽ കൂടുതലായിട്ട് സ്ട്രാറ്റജീസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിന്റെ മാർക്കറ്റ് ഷെയർ കൂടുകയും അത് ക്യാഷ് കൗ കാറ്റഗറീസ് ഓഫ് പ്രോഡക്ട്സിലേക്കോ അല്ലെങ്കിൽ സ്റ്റാർ കാറ്റഗറി പ്രോഡക്ട്സിലൊക്കെ എന്താണ് മാറാനുള്ള ചാൻസ് എന്താണ്, കൂടുതലാണ്. ലാസ്റ്റ് വൺ എന്ന് പറയുന്ന ഡോഗ്സ് കാറ്റഗറി പ്രോഡക്ട്സ് ആണ്. അവിടെ ഗ്രോത്ത് റേറ്റും അതുപോലെ തന്നെ എന്താണ് മാർക്കറ്റ് ഷെയറും ലോ ആയിരിക്കും. ഈ ടൈപ്പ് ഓഫ് പ്രോഡക്ട്സ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് കൂടുതലായിട്ട് പ്രോഫിറ്റ് ഒന്നും ജനറേറ്റ് ചെയ്യാൻ സഹായിക്കുന്നില്ല. അതുപോലെ തന്നെ ബ്രേക്ക് ഇവനിലായിരിക്കും ഈ പ്രോഡക്ട്സ് എന്ത് ചെയ്യുന്നത്, റൺ ചെയ്യുന്നത്. ബ്രേക്ക് ഇവൻ മീൻസ് പ്രോഫിറ്റും ഇല്ല ലോസും ഇല്ല, ആ ഒരു വേയിലായിരിക്കും എന്ത് ചെയ്യുന്നത്, ഈ പ്രോഡക്ട്സിന്റെ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് അല്ലെങ്കിൽ ഈ പ്രോഡക്ട്സിന്റെ മൂവ്മെന്റ് ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഡോഗ്സ് കാറ്റഗറീസ് ഉള്ള പ്രോഡക്ട്സിനെ മാർക്കറ്റിൽ നിന്നിട്ട് റിമൂവ് ചെയ്യുന്നതായിരിക്കും അല്ലെങ്കിൽ ഒഴിവാക്കുന്നതായിരിക്കും എന്താണ് ഒരു ബിസിനസിന്റെ ബെറ്റർ പെർഫോമൻസിന് നല്ലതെന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു ഓർഗനൈസേഷനിലെ ഡിഫറെന്റ് പ്രോഡക്ട്സിനെ എന്താണ് സ്റ്റാർ ആയിട്ടും ക്വസ്റ്റ്യൻ മാർക്ക് ആയിട്ടും ക്യാഷ് കൗ ആയിട്ടും ഡോഗ്സ് ആയിട്ടും ഒക്കെ കാറ്റഗറൈസ് ചെയ്യുന്നത് എന്താണ്, പെട്ടെന്ന് ഡിസിഷൻ എടുക്കാൻ എന്ത് ചെയ്യും, ആ ഒരു പർട്ടിക്കുലർ കമ്പനിക്ക് എന്ത് ചെയ്യും, സാധിക്കും. ഈ ഒരു മെട്രിക്സിനെയാണ് എന്തെന്ന് പറയുന്നത്, BCG മെട്രിക്സ് എന്ന് പറയുന്നത്. നമ്മൾ ഈ മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്തത് സ്ട്രാറ്റജിക് മാനേജ്മെന്റിനെ കുറിച്ചാണ്. ഇതിൽ നമ്മൾ കൂടുതലായിട്ടും ശ്രദ്ധ കൊടുക്കേണ്ടത് ഡിഫറെന്റ് ലെവൽസ് ഓഫ് സ്ട്രാറ്റജീസ്, അതിൽ SBU സ്ട്രാറ്റജിക് ബിസിനസ് യൂണിറ്റ് എന്താണെന്ന് നോക്കണം. പിന്നെ ഡിഫറെന്റ് പ്രോസസ് ഓഫ് സ്ട്രാറ്റജിക് മാനേജ്മെന്റ്, അതിൽ ഫോർമുലേഷൻ
സ്റ്റേജ് നോക്കണം, എൻവയോൺമെന്റൽ സ്കാനിങ് നോക്കണം, എൻവയോൺമെന്റൽ ഫോർമുലേഷൻ അല്ലെങ്കിൽ സ്കാനിങ് ടെക്നിക്സ് ഉണ്ട്, അത് എന്തൊക്കെയാണെന്ന് നോക്കണം. സോട്ട് അനാലിസിസ്, പെസ്ലെ, ടോസ് മെട്രിക്സ്, BCG മെട്രിക്സ് അതെന്താണെന്ന് അറിഞ്ഞിരിക്കണം. BCG മെട്രിക്സ് ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ നിങ്ങൾക്ക് മാർക്കറ്റ് ഗ്രോത്തിൻ്റെയും മാർക്കറ്റ് ഷെയറിൻ്റെയും ബേസിസിൽ ഏത് പ്രോഡക്ട്സ് ആണെന്ന് ചോദിക്കാം. അതുപോലെ തന്നെ പെസ്ലെ അനാലിസിസിൽ ഓരോ എൻവയോൺമെന്റിൽ വരുന്ന ഫാക്ടേഴ്സ് ഏതെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ ചോദിക്കാം. പിന്നെ സ്ട്രാറ്റജിക് ബിസിനസ് യൂണിറ്റ് എന്താണെന്ന് ചോദിക്കാം, സിനർജി എന്താണെന്ന് ചോദിക്കാം, കോർ കോമ്പീറ്റൻസി, കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജസ്, ഇതൊക്കെയാണ് കൂടുതലായിട്ടും സ്ട്രാറ്റജിക് മാനേജ്മെന്റിൽ നിന്ന് ചോദിച്ച് കണ്ടിട്ടുള്ള ഏരിയാസ്. അപ്പോൾ നമ്മൾ ഇതുവരെ നോക്കിയത് സ്ട്രാറ്റജിക് ഫോർമുലേഷൻ വരെയുള്ള സ്റ്റേജസ് ആണ് നമ്മൾ ഇതുവരെ കവർ ചെയ്തത്. നെക്സ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഇംപ്ലിമെന്റേഷനും സ്ട്രാറ്റജിക് കൺട്രോളും ആയിരിക്കും. താങ്ക് യു.